കോൾഗേറ്റിൻ്റെയും പിയേഴ്സിൻ്റെയും വണ്ടി വരാൻ കാത്തു നിൽക്കരുത് കുളിക്കാനും പല്ല് തേക്കാനും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ വേണം. ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിനെയാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നത്. നജീബ് ഒരു വിദ്യാർത്ഥി സംരംഭം എന്ന നിലയിൽ നമ്മൾ കോളേജിൽ നിന്ന് തുടങ്ങിയ ഒരു കമ്പനിയാണ് സാറാ ബയോടെക് എന്ന് പറഞ്ഞ പേര്. മെയിൻലി കടലിനടിയിലെ പ്രത്യേക ചെടികളായിട്ടുള്ള ആൽഗീസ് പറയും, സീവീഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇത് ഞാനിപ്പോൾ എവിടെയും പറയാത്തൊരു സ്റ്റോറിയാണ്. സാറാ ബയോടെക് എന്ന് പറഞ്ഞ പേര് തന്നെ. സാറാ ബയോടെക് എന്ന് പറഞ്ഞാൽ സാറാ എന്ന് പറഞ്ഞ ഗേൾഫ്രണ്ട് ഒന്നുമല്ല. ഇതിൻ്റെ ഓരോ ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചും കലിങ്കയിരുന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്നത് ഗ്ലോബൽ ലെവലിലേക്ക് എത്തുന്നത്. The special recommendation from the executive board of the Alliance from Germany, the Zara Biotech LLC is to be directly incorporated as the vendor. സാറാ ബയോടെക് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംരംഭം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി, ലോകത്ത് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയ കമ്പനി, നിങ്ങൾക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങളാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ലെറ്റർ പാഡിൽ കൊടുക്കുക. ഈ 5 മേഖലകളിലായിട്ട് മൾട്ടിപ്പിൾ ഇന്നോവേഷൻസ്, മൾട്ടിപ്പിൾ പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മിനി ടാറ്റ ആവുന്ന രീതിയിലേക്ക് അടുത്തൊരു 50 വർഷത്തിൽ സാറാ ബയോടെക് കമ്പനീസിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ ലക്ഷ്യം. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിനെയാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നത്. നജീബ്. ബയോടെക്നോളജിയാണ് നജീബിൻ്റെ സ്ട്രോങ് ഏരിയ. അപ്പോൾ നജീബിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെക്കാളല്ലത് എപ്പോഴും ഗസ്റ്റ് തന്നെയാണല്ലോ. നജീബ്, വെൽക്കം ടു ദ ഷോ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഹാരിസൺ കോ ആണ്. ഹാരിസൺ കോ ഒരു ഫുൾ സ്റ്റാക്ക് ഇ കൊമേഴ്സ് ഏജൻസിയാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യുന്ന തൊട്ടിട്ട് അത് മാർക്കറ്റ് ചെയ്ത് സെയിൽസ് കൊണ്ടുവരുന്നത് വരെ അവർ വർക്കൗട്ട് ചെയ്യും. സോ അവരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓവർ ടു ദ എപ്പിസോഡ്. നജീബിൻ്റെ കമ്പനിയെ കുറിച്ച് ഒരു ബ്രീഫ്. സോ ഒരു വിദ്യാർത്ഥി സംരംഭം എന്ന നിലയിൽ നമ്മൾ കോളേജിൽ നിന്ന് തുടങ്ങിയ ഒരു കമ്പനിയാണ് സാറാ ബയോടെക് എന്ന് പറഞ്ഞ പേര്. കോളേജിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇപ്പോൾ ഞങ്ങളൊരു 4-5 ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഓരോ വർഷത്തെ പ്രോജക്റ്റുകളായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കോളേജിൽ നിന്ന് നമ്മൾ ഫുള്ളി ഫോം ചെയ്തു വന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. മെയിൻലി കടലിനടിയിലെ പ്രത്യേക ചെടികളായിട്ടുള്ള ആൽഗീസ് പറയും, സീവീഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അട്ടപ്പാടിയിലുള്ള സ്ത്രീകളൊക്കെ വെയിറ്റ് ലോസ് കൊണ്ട് മരണപ്പെടുന്നു, കുട്ടികളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന ഒരു ടെക്നോളജി സ്പേസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് 2-3 സ്പൂൺ കഴിച്ചാൽ മതി ഇത്തരത്തിലുള്ള ആൽഗീസ്. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കോമൺ കഴിക്കുന്ന പ്രൊഡക്ട്സുകളിലേക്ക് നമുക്കിത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞൂടെ. ആ രീതിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇന്ന് ബീലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യും. സോ അവിടെ നിന്ന് പിന്നെ നമ്മൾ ആലോചിക്കുകയാണ്, ഇത് മാത്രം പോരല്ലോ, മറ്റു പല മേഖലകളിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ആൽഗെ അല്ലെങ്കിൽ അതിൻ്റെ സീവീഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മറ്റ് പല മേഖലകളിലേക്ക് നമുക്കതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ വലിച്ചെടുക്കുന്നത് ഇത്തരത്തിലുള്ള ആൽഗകളാണ്. അപ്പോൾ നമ്മൾ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ കടലിലുള്ള അതേ ഫേവറബിൾ കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒബീലിയ എന്ന് പറഞ്ഞ പ്രോജക്റ്റുകൾ ബിൽഡ് ചെയ്തു. അതിൽ ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജിയാണ്. ബയോടെക്നോളജിക്ക് ആരോണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സിവിൽ എഞ്ചിനീയർ വേണം, നമുക്കൊരു ആർക്കിടെക്റ്റ് വേണം, നമുക്കൊരു IoT, AI, മെഷീൻ ലേണിംഗ് ഉപയോഗമുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം വേണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യും. സസ്റ്റൈനബിൾ ആയിട്ടുള്ള വില്ലാസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ആൽഗകൾക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. ഇത് കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റ് ക്വാളിറ്റിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോ ചിക്കൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. അതിൻ്റെ മുട്ടയാണെങ്കിൽ ഒമേഗ 3 കൂടിയതായിരിക്കും. പിന്നീട് പോവുകയാണെങ്കിൽ ഹൈ എൻഡ് റിസർച്ചിലേക്ക് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസത്തിനെ ജനറ്റിക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡബിൾ ചെയിൻ ആൻഡ് സിംഗിൾ ചെയിൻ ഓഫ് ഹൈഡ്രോ കാർബണുകൾ നിർമ്മിക്കാൻ പറ്റും. ഭാവിയിൽ അത് വിമാനത്തിൻ്റെ ഫ്യുവലാക്കാൻ വരെ കഴിയുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ഇൻ്റർനാഷണൽ ജനറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി, ഇവരുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കും. സോ സാറാ ബയോടെക് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ മികച്ച ആൽഗെ സീവീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിലാണ്.
അതേപോലെ തന്നെ ബി ലൈറ്റ് എന്നറിയപ്പെടുന്നത് ഏറ്റവും നല്ല ബിസ്ക്കറ്റ് അല്ല ലോകത്തിലെ, പക്ഷേ ആൽഗയിൽ ഉണ്ടാക്കുന്ന ഏക ബിസ്ക്കറ്റാണ് ബി ലൈറ്റ്. സോ ഈ രീതിയിലേക്കുള്ള ബ്രാൻഡ് പൊസിഷനിങ്ങും നാരോ ഡൗൺ ടു ദി നിഷേ മാർക്കറ്റ്, അതാണ് സാറാ ബയോടെക്. ഇതിൻ്റെ അകത്ത് ഒരു അത്ഭുതമുള്ളത്, നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കോളേജിലെ പ്രൊജക്റ്റുകളാണ് ഇതൊക്കെ. ഒന്നാമത് കോളേജിൽ പിന്നെ ഒരു തലയും വാലില്ല നടക്കുന്ന സമയമാണ്. ഇതെങ്ങനെ ഒരു കമ്പനിയാക്കാം, ഒരു പ്രൊഡക്റ്റ് ആക്കാം എന്ന് കോളേജിന് തോന്നിയതാണോ? കോളേജിനാണോ ഈ സ്റ്റാർട്ടപ്പ് ഉണ്ടായത്? ഇല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കോളേജ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആരാവണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് +2. അത് കഴിഞ്ഞിട്ട് ഞാൻ MBBS റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാ ബ്രില്യൻസിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് MBBS നമുക്ക് ഗവൺമെൻറ് ഒന്നും കിട്ടാതായിരുന്നപ്പോൾ നമുക്ക് പിന്നെ എഞ്ചിനീയറിംഗ് ഓൾറെഡി എഴുതിയുകൊണ്ട് ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുകയാണ് ചെയ്യും. അപ്പോൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ എന്നെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ സൂപ്പർ ആവാൻ ശ്രമിക്കുക എന്നത് അതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ബയോടെക്നോളജി അപ്പോൾ നമ്മൾ വിചാരിച്ചു മാത്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ എഞ്ചിനീയറിംഗ് മൊത്തം മാത്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് ഈ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നത്. അപ്പോൾ എയിം പർപ്പസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തിനാ ഇത് ചെയ്യേണ്ട ആവശ്യം. റിലവൻ്റ് ആയിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു 10% ആണ് ആ സമയത്ത് നമുക്ക് അത്ര ബോധം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതല്ലാതെ കോളേജിൽ ഒരുപാട് ഇവൻറ്റുകൾ അല്ലെങ്കിൽ കോളേജിലെ ഒരുപാട് സംഭവങ്ങൾ, പിന്നെ ഈ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നടത്തുന്ന ഓരോ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ഓരോ ആളുകൾ പറയുന്നത്, അപ്പോൾ അവരൊക്കെ ബിൽഡ് ചെയ്തൊരു എംപറർ ആണ്, ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്സ്. അതേപോലെ ജെൻ റോബോട്ടിക്സ് ഒക്കെ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു കോളേജിൽ നിന്ന് അവർ തുടങ്ങി. അതെ, കുറ്റിപ്പുറം MES കോളേജ്. അപ്പോൾ അതിന്നൊക്കെ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ IIT-ലോ NIT-ലോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത് തുടങ്ങാൻ. നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ കോളേജിൽ എന്താ ഫെസിലിറ്റി, അതൊന്നും കാര്യമില്ല. നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഉഷാറായി ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കോളേജിൽ ഇപ്പോൾ ഓരോ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ വർഷം ഓരോ പ്രോജക്റ്റ് ചെയ്യണം നിർബന്ധമാണ്. അത് കോളേജിൻ്റെ സ്വന്തം ഒരു മാൻഡേറ്ററി ആയിരുന്നു. പക്ഷെ അതൊരു കോളേജ് ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റി ആ ഫൈനൽ പ്രോജക്റ്റ് മാത്രം ചെയ്താൽ മതി. പക്ഷേ കോളേജിന്റെ ഒരു മാൻഡേറ്ററി ആണ് ഓരോ സെമസ്റ്ററിലും ഓരോ പ്രോജക്റ്റ് ചെയ്തിരിക്കണം. ഏത് കോളേജായിരുന്നു? സഹൃദയ കോളേജ് എന്ന് പറയും. അത് ഈ ഇരിങ്ങാലക്കുട ഡയോസസിന്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ്. അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജാണ്. പക്ഷേ അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്നതിലൂടെ നമ്മളുടെ മെൻറ്റാലിറ്റിയും നമ്മുടെ കൾച്ചറും മാറും. അപ്പോൾ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പല രീതിയിൽ അന്വേഷിക്കുന്നു, പല രീതിയിൽ പഠനങ്ങൾ നടത്തി. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു വഴിത്തിരിഞ്ഞ് അങ്ങനെ പോയതാണ്. അന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ള കോളേജുകളിലൊക്കെ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷനാണ്, ഫ്രീ ടൈമിലാകെ ഇരിക്കാൻ പറ്റുന്ന ലൈബ്രറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലൈബ്രറിയിൽ അന്ന് പോയിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതായത്. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോ ആളുകളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. അത് ഇതിൻ്റെ അകത്തെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കോളേജിൽ ഫൈനൽ ഇയർ, ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചു, ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യും. പ്രൊജക്റ്റിന് എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, അവിടെ ഒരു എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാവും, ഓരോരുത്തരായിട്ട് അങ്ങൊക്കെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ടോപ്പിക്ക് വരും, അവരെന്നെ പ്രൊജക്റ്റൊക്കെ ചെയ്യും, അവരെന്നെ ഫുള്ള് പഠിപ്പിച്ച് തരും എന്താ ചെയ്യേണ്ടതെന്ന്. അതല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പുതുതായിട്ടൊരു ടോപ്പിക് ഉണ്ടാക്കി അതിമേലാണ് പഠിച്ചത്. എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്കുള്ള ഒരു ജേണി? കാരണം സാധാരണ എല്ലാവരും പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കൽ ആക്ച്വലി നടക്കാറ്. ആക്ച്വലി ഇതിൻ്റെ ഒരു റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യാനൊരു ബേസിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ എവിടെയും പറയാത്തൊരു സ്റ്റോറിയാണ്, അതാണല്ലോ നമുക്ക് കേൾക്കണ്ടേ, പബ്ലിക് ഡൊമൈനിൽ ഞാൻ പറയാറില്ലാത്തതാണ്. കോളേജിലാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇങ്ങനെ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമുക്കൊരു അറിയാമല്ലോ, കോളേജിൽ നമ്മൾ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ ഈ സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ മോട്ടിവേഷനാണ്, അതായത് ഇങ്ങനെ കറങ്ങി നടന്നതും പോരാ, അതായത് സെറ്റിലാവണം വേഗം, അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന രീതിയിലായിട്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി ഇപ്പോൾ പറയും, നമ്മളിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പറയും, ഈ 90% റൊമാൻസും 10% അക്കാഡമിക്സും പോരാ, 90% അക്കാഡമിക്സ് മതി, 10% ഇത് പറഞ്ഞാൽ മതി, കാര്യം എന്തെങ്കിലും നടക്കണം. ഭയങ്കര പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് കാരണം 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ മൈൻഡാക്കിയില്ല. നമ്മൾ കോളേജ് ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ പോകും, കോളേജ് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഒരാളെങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരുന്നു. വൈകുന്നേരം കിടന്നുറങ്ങും, സിനിമയ്ക്ക് പോകും, ഇങ്ങനത്തെ സ്കീമിൽ ഓടുന്ന. തലേന്ന് പഠിക്കും. കാരണം തലേന്ന് പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളൂ. കറക്റ്റ്. ഓക്കെ, അത് നമ്മുടെ എൻജിനീയറിംഗ് കപ്പാസിറ്റിയാണ്. കറക്റ്റ്.
അപ്പോൾ ആ രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളല്ലോ എന്നൊരു അതായത് പറഞ്ഞത് ഒരു പർപ്പസ് ഇല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതായിരുന്നു ആ സമയത്തെ പർപ്പസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതാണിത്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു പാസ് ഔട്ട് ആവുന്ന മുന്നേ തന്നെ അവർ വീട്ടിലൊക്കെ സംസാരിക്കണമെങ്കിൽ ആ ലെവലിലായിരിക്കണം. ആ ലെവലിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോലെ നടക്കില്ല. അപ്പോൾ അങ്ങനെ കോളേജ് കഴിഞ്ഞ് സമയത്ത് നേരെ ലൈബ്രറി പോവും. ബൗണ്ട് വോളിയംസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, പഴയ റിസർച്ച് പേപ്പേഴ്സ്. എടുത്ത് തപ്പലായിരുന്നു ഓരോ പുതിയ പ്രോജക്റ്റ്, പുതിയ ഐഡിയാസ്, അത് ഇത്. ആ സമയത്തൊക്കെ എൻ്റെ HOD ചോദിക്കായിരുന്നു, പുള്ളിക്കാരിങ്ങനെ ലൈബ്രറി നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ചെറിയ സാധനം തപ്പ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സംഭവം എന്താണെന്ന്. HODകൾക്കൊക്കെ അത്ഭുതമായിരിക്കും. കാരണം സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ട ഒരാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫൈനൽ ഇയറിലുള്ള ആൾക്ക് പോലും മനസ്സിലാവാത്ത പഴയ റിസർച്ച് പേപ്പേഴ്സാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന റിസർച്ച് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്, ആൽഗയെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കോളേജിലാണെങ്കിൽ പോലും ഡെയിലി നമ്മളിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കളിയൊക്കെ കുറച്ച് ഒഴിവാക്കി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പോയാലും നമ്മളിരുന്ന് രാത്രി 12 മണി വരെ നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യാം. അങ്ങനെ ഇരുന്ന് നോക്കി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് മോഡലിംഗ് ചെയ്ത്. പിന്നെ കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇപ്പം സാറാ ബയോടെക് ഈ സ്റ്റേജിലാവാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജിൻ്റെ എൻ്റെ ബാച്ചാണ്. എൻ്റെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രീൻ ബാച്ച് എന്ന് പറയും. 2016, 2020 പാസ് ഔട്ട് ആയ ആൾക്കാർ. ഹോസ്റ്റലിനകത്താണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഹോസ്റ്റലിലെ ആൾക്കാർ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഡർ സൗദിയിലേക്ക് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്നാണ്. ഫോർത്ത് ഇയറിൻ്റെ അല്ലല്ല, തേർഡ് ഇയറിൻ്റെ. ആ സമയത്ത് കോളേജ് ഞങ്ങൾക്കൊരു ഓഫീസ് ഒന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് പെട്ടിയിലാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട്, അങ്ങനെ അതും പിടിച്ചിട്ട് കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് രാവിലെ ട്രെയിനിന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആൽബിൻ എന്ന് പറഞ്ഞിട്ട്, അവൻ ഇലക്ട്രോണിക്സ് ആണ്, നമ്മളോട് ബന്ധമില്ലാത്ത ആളാണ്, ഹോസ്റ്റൽ മേറ്റാണ്. അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ സാറാ ബയോടെക് എന്ന് പറഞ്ഞ പേര് തന്നെ, സാറാ ബയോടെക് എന്ന് പറഞ്ഞാൽ സാറാ എന്ന് പറഞ്ഞ ഗേൾഫ്രണ്ട് ഒന്നും അല്ല. ഞങ്ങൾ 2017 ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി, കോഞ്ചുറ എന്ന് പറഞ്ഞ പരിപാടി, അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് രാത്രി 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു പേരിടണം, പേരില്ല ഇടാൻ, കമ്പനിക്കൊരു പേര് വേണമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആകാശ് എന്ന് പറഞ്ഞിട്ട്, അവനാണെങ്കിൽ ഭയങ്കര ഷാറൂഖ് ഖാൻ ഫാനാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് വീർ സാറ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ ഹയാത് ഖാൻ എന്ന് പറഞ്ഞ ലേഡിയാണ് ആ സിനിമ. അങ്ങനെയാണ് പുള്ളിക്കാരി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് പ്രീതി സിന്ധ. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ അവൻ പറഞ്ഞു നമുക്ക് സാറ ഹയാത് ഖാൻ ഇടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിനിടുന്ന പേര് പോലെ ആവരുത്, കമ്പനിയാണത്. അങ്ങനെ ആദ്യം താഴത്തുനിന്നാണ് സാറ വന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ബയോടെക് വേണമല്ലോ, ആ ബയോടെക് എടുത്ത് അങ്ങോട്ട് വെച്ചു. അങ്ങനെയാണ് സാറാ ബയോടെക്. പിന്നെ ഇതിൻ്റെ താഴെ ടാഗ് ലൈൻ ഫീഡിങ് ദി നാഷൻ ഫോർവേഡ്, അത് രാകേഷ് പറഞ്ഞു. എന്നാൽ പിന്നെ അതായിക്കോട്ടെ, അതിട്ടു. ലോഗോ വേണമല്ലോ, ലോഗോ എടുത്ത് ചുമ്മാ സ്കെച്ച് ചെയ്താൽ വെച്ചു. ഇപ്പോൾ ലോഗോ ഒക്കെ മാറിയപ്പോൾ എല്ലാ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഒക്കെ വന്നു, പക്ഷേ പേരൊക്കെ അന്ന് വന്ന സാധനമാണ് ഇപ്പോഴും അത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മോൾഡ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴും പല കാര്യങ്ങൾക്ക് ഇപ്പോഴും ഇപ്പോൾ ജോലി കിട്ടിയ ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഫാമിലി മേടിക്കും, അവരതിൻ്റെ റിവ്യൂ പറയും. നമുക്ക് ഓരോ അച്ചീവ്മെൻറ്റുകൾ കിട്ടുന്ന സമയത്ത് പല ആളുകളും, ഇപ്പോൾ എൻ്റെ ബാച്ച് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒന്നും അല്ലാത്ത സിറിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയില്ല, ഹോസ്റ്റൽ മേറ്റ്സ് നമ്മളൊക്കെ. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഓരോ ഗ്രോത്ത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് കലിങ്കയിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്നത് ഗ്ലോബൽ ലെവലിലേക്ക് എത്തുന്നതെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കോളേജിലുള്ള എല്ലാവർക്കും ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്നൊക്കെ നമുക്ക് അറിയില്ല, കാരണം അവർ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല, അവർക്ക് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആദ്യമായിട്ട് ഞങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് കോളേജിൽ ഈ ഓവനൊന്നുമില്ല, ആക്ച്വലി എങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ചിപ്പി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഡേ സ്കോളർ ഉണ്ട്, പുള്ളിക്കാരി വീട്ടിൽ നിന്ന് മാവൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്നിട്ട് മാവ് കുഴച്ചിട്ട് അവിടുത്തെ സ്നാക്സ് ബാറിൻ്റെ പോയിട്ട് ബേക്ക് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെവലിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പല ഇൻ്റർവ്യൂവിനൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ റീസൺ ആരാണെന്നായിട്ട്. ആക്ച്വലി എൻ്റെ ലക്ക് കൊണ്ടൊന്നുമല്ല നമ്മളിതുവരെ എത്തി, ഒരു റീസൺ അല്ല, ഒരിക്കലും അല്ല. കാരണം നമുക്ക് ഇപ്പം ഞാനന്ന് ഇപ്പോൾ ഈ ഐഡിയ ഒരു HOD പറയണമെങ്കിൽ, അമ്പിളി മാം എന്നാണ് പുള്ളിക്കാരുടെ പേര്, പുള്ളിക്കാരി അന്ന് ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത് കട്ട് ചെയ്യും. പുള്ളിക്കാരി
എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല, കാരണം എല്ലാവർക്കും ഓരോ സെഗ്മെന്റിനെ കുറിച്ച് അറിയില്ലല്ലോ. അമ്പിളി മാം അതൊരു ഇപ്പോഴത്തെ ഫാക്കൽറ്റി ഫിസാറ്റിൽ പഠിച്ച അമ്പിളി മാം ആണോ? ഇല്ല, പുള്ളിക്കാരി US എന്നൊക്കെ വിദേശത്തൊക്കെ പഠിച്ചു വന്ന അച്ഛൻ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, PhD ഒക്കെ ഹോൾഡറില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള ഒരു അപ്രോച്ചായിരുന്നു കോളേജിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇത്രയും ലെവലിലാക്കിയത് ഇപ്പോഴും സഹൃദയ തന്നെയാണ്. അവിടെ പഠിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും എത്തില്ല. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഒരു എൻ പോയിന്റ് അല്ല. ഇത്രയും ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നിയോഗം ഉണ്ടെന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിഡ്രോ ചെയ്ത് പോയി. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡൈവേർട്ടിങ് പോയിന്റ് ആയിരുന്നു അത്. കോളേജിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്തിനാണ് കോളേജിൽ നിന്ന് ഇതൊക്കെ ചെയ്യേണ്ടത്? ഓരോ ഇയറിലും ഓരോ പ്രോജക്റ്റ്. ഫസ്റ്റ് ഇയർ പ്രോജക്റ്റാണ് ബിസ്ക്കറ്റ്, സെക്കൻഡ് ഇയർ പ്രോജക്റ്റാണ് ഈ കാണുന്ന ഒബീലിയ, തേർഡ് ഇയർ പ്രോജക്റ്റാണ് ഡയോക്സിൻ എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ട്. അത് നമ്മൾ എന്താണ് ഇപ്പോൾ റിസർച്ച് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക, കൊമേഴ്ഷ്യൽ വയബിലിറ്റിയോട് എത്തിയിട്ടില്ല. ഫോർത്ത് ഇയർ പ്രോജക്റ്റാണ് കോളേജിൽ 100 കോഴികളെ, കോളേജ് ക്യാമ്പസിൽ 100 കോഴികളെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കോളേജ് ക്യാമ്പസിൽ 100 കോഴികളെ വളർത്തി. നിങ്ങൾ ആലോചിച്ചു, കോളേജ് അത്രമാത്രം ഫെസിലിറ്റി നമുക്ക് തരികയാണ്. നിങ്ങൾ അതായത് നിങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തത് കോളേജിന്റെ ഉള്ളിലാണ്, നിങ്ങൾക്ക് ഒരു ഓഫീസ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഇപ്പോൾ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അച്ഛനോട് ചോദിക്കുകയാണ്, അവിടുത്തെ തോമസ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹോസ്റ്റലിലെ എല്ലാ ഹെഡാണ് പുള്ളി. അച്ഛൻ ഇങ്ങനെ സാധനം വേണം, മുകളിലൊരു ഓഫീസ് എടുത്തോളാൻ പറഞ്ഞു. ഒരു റൂം തന്നു, അത് റെഡിയാക്കി തന്നു. റെൻ്റൊന്നും വേണ്ട. ഇപ്പോഴും കമ്പനിയുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ ഒന്ന് TBI സഹൃദയാണ്. അത് മാറ്റാൻ നമുക്ക് ഇഷ്ടം പോലെ മാറ്റാം. നമുക്ക് 4 അഡ്രസ്സ് ഉണ്ട്, എന്നിട്ട് അത് ഇപ്പോഴും GST ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് വന്നു എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റാണ്. കാരണം കൊടകര എന്നൊക്കെ ഇപ്പോൾ 2019 ജൈടെക്സിൽ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് അന്നത്തെ ഗലീഷ് ടൈംസിൽ വന്നൊരു വാർത്തയാണ്. അതായത് എ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഫ്രം ദി റൂറൽ വില്ലേജ് ഓഫ് തൃശ്ശൂർ എക്സിബിറ്റഡ് ഇൻ ദി ഗ്ലോബൽ സ്റ്റേജ് ഓഫ് ജൈടെക്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഐഡൻറ്റിറ്റിയാണ്. കാരണം അത് ഐഡൻറ്റിറ്റി നമ്മളങ്ങനെ ചെയ്തു എന്നുള്ള സ്റ്റോറിയല്ല. സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്നും ഇവിടെ വരാം എന്ന സ്റ്റോറി. ബാക്കിയുള്ളവർക്കും ഇപ്പോൾ നമ്മൾ പലരും പറയും എൻ്റെ കോളേജിൽ ഈ ഫെസിലിറ്റി, കോളേജുകൾക്കൊക്കെ പരിമിതമായ ഫെസിലിറ്റീസേ ഉണ്ടാവുള്ളൂ. അതെ, പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ സക്സസ്ഫുൾ റേറ്റിലേക്കുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ പഠിച്ച ഓരോരുത്തരുമാണ്. ഇപ്പോഴും പലരും സ്റ്റാറ്റസ് കാണുമ്പോഴും സ്റ്റോറി കാണും, പലരും എന്നോട് പറയാറുണ്ട്, നിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അസൂയയോടെ അല്ലാതെ കാണാതെ. കാരണം നമ്മളുടെ കമ്പനി എന്നൊരു പിക്ചർ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ നമുക്കൊരു ഇത് തോന്നുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. ഞങ്ങൾ ക്യാൻറ്റീനിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സീനിയേഴ്സ് വരെ ചോദിക്കും എന്താടാ ബിസ്ക്കറ്റ്. കാരണം അവരൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇന്നും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള പഠിച്ചുകൊണ്ടിരിച്ച് പഠനം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടിയ പലരും സാറാ ബയോടെക്കിൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയ ആൾക്കാരുണ്ട്. കാരണം സീനിയർ വരെ ചോദിക്കടാ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് താടാ, അർജൻറ്റാണ്. കാരണം അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇവരുടെ പല ഡയലോഗുകളുമാണ് നമ്മളെ മോട്ടിവേഷൻ. അല്ല, ശരിക്കും അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പല ഡിസ്കഷൻസിലും അവരുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെയർ കേസിൽ ഇരുന്നിട്ടുള്ള ഡിസ്കഷനിൽ വരെ ഇവർ നമുക്ക് ഇങ്ങനെ ചെയ്യാം സജഷൻ. കാരണം നമുക്ക് റിസർച്ചിൽ പല കാര്യങ്ങളും അറിയില്ലെങ്കിൽ അവർ പറഞ്ഞു തരും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന രീതിയിലായിട്ട്. അപ്പോൾ അതിലൊരു ഈഗോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്ത് കൾച്ചറായിരുന്നു ദി ഓൺടർപ്രണർ ജേർണി ഫ്രം ദി കോളേജ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാലേ സെൽഫ് ഫൈനാൻസിങ് കോളേജിന് അത്യാവശ്യം നല്ല പേരാണല്ലോ. ഇത്രയും നല്ലോണം സ്വന്തം കോളേജിനെ പറ്റി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മൾ നന്മകളും ഉണ്ടാവും പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ ഒരു ആവശ്യം? കാരണം നമ്മൾ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോൾ ആശയപരമായ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ അതിൽ എന്നോടും വിയോജിപ്പ് കോളേജിനുണ്ടാവാറുണ്ട്. കാരണം CIA NRC ഒക്കെ വന്ന സമയത്ത് ഞങ്ങളൊരു 5 പേര് മാത്രമാണ് സമരം നടത്തിയത്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്, ബോയ്ക്കോട്ട് ചെയ്തു എക്സാംസ്. അപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആശയപരമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാലോ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഫൈനൽ ഇയർ എൻ്റെ എനിക്ക് വെറും 30% താഴെയാണ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നത്. 70% മിനിമം ഉണ്ടായാലും എക്സാം എഴുതാൻ പറ്റുമോ? കൺട്രേഷൻ അടിക്കണമല്ലോ. അപ്പോൾ KTUവിന് അതുമില്ല. ആണ് ഓൾറെഡി കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ എൻ്റെ ഹെൽത്തിൻ്റെ എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പാരീസിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻസിപ്പൾ അടുത്തോട്ട് ഇതിന് റിക്വസ്റ്റ് ചെല്ലുകയാണ്. അപ്പോൾ എന്നോട് പ്രീവിയസ് അറ്റൻഡൻസ് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് പറയാണ്
നീ പോയി കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അസൈൻമെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല, എന്നാലും നീ പാസ്സാവുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാലമാണ്. ഒരു കോളേജിൽ ഇപ്പോൾ നമ്മളൊരു എക്സാം, ഇപ്പോൾ എൻ്റെ ഫാക്കൽറ്റി ഉണ്ട്, അപ്പോൾ ഇന്നൊരു അസൈൻമെൻറ്റ് ഞാൻ എഴുതുന്നില്ല അല്ലെങ്കിൽ സീരിയസ് ടെസ്റ്റ് എഴുതുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫ്ലൈറ്റ് 12:30 അല്ല 12 ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ രാവിലെ 10 മണിക്ക് എക്സാം എഴുതി പോയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി അസൈൻമെൻറ്റ് വേഗം എഴുതി തീർത്തിട്ട് അപ്പോൾ അവരിത് കാണുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവണം. അതായത് നമ്മൾ പിന്നെ ടീച്ചേഴ്സിനും അറിയാം ഇവർ പഠിപ്പിച്ചുകൊണ്ടൊന്നല്ല നമ്മൾ പാസ്സാവണം, നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പാലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതേപോലെ തന്നെ പാരൻസ് ആണെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻസായിട്ട് ഒരുപാട് ആളുകൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവർ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും പാരൻസ്. നമ്മളതിൽ റെവല്യൂഷൻ കാണിച്ചിട്ട് കാര്യമില്ല. കറക്റ്റ്. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം എല്ലായിടത്തും തീർച്ചയായിട്ടും. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹൈദരാബാദ് പോകണം ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉപ്പാനോട് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകണം, അതിൻ്റെ ബന്ധപ്പെട്ടിട്ട് ഞാനൊരു പ്രൊജക്റ്റിന് പോകാൻ പറഞ്ഞാൽ ഉപ്പ സമ്മതിക്കില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ അങ്ങനെ ഇരിക്കാൻ നോക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. പ്രൊജക്റ്റ് അല്ലേ, ഓക്കെ ഓക്കോ, കോളേജിൻ്റെ ആവശ്യമാണ്. കോളേജ് അറ്റൻഡൻസ് വരും. ഇന്ത്യ മൊത്തം പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങൾ, ഡൽഹി, ബാംഗ്ലൂർ. കാരണം കോളേജിൻ്റെ പ്രൊജക്റ്റാണ്, നമുക്ക് അത്രയും ഫ്രീഡമാണ്. കോളേജിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇതില്ല, വീട്ടിൽ നിന്ന് പൈസ കിട്ടും, നമുക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇൻ്റർനാഷണൽ ട്രിപ്പിനാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ട്, ഈ സ്റ്റാർട്ടപ്പ് ഇൻ്റർനാഷണൽ ട്രാവൽ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ UN ഒരു പ്രോഗ്രാമിന് പോയതാണ്. ഞാൻ അങ്ങനെ ചോദിച്ചാൽ എന്ത് ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻ്റർനാഷണൽ ട്രാവൽ അലവൻസ് ഫണ്ട് ഉണ്ട് സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് പോകുന്നത് മലേഷ്യയിലേക്കാണ്, അവിടെ UN ഒരു പ്രോഗ്രാമിനായിട്ട്. അന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഇൻ്റർനാഷണൽ ഫണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രിൻസിപ്പലോട് പറഞ്ഞു, സാമ്പത്തികമായ പിരിമുറുക്കമുള്ളതുകൊണ്ട് പോകാൻ കഴിയും തോന്നുന്നില്ല, ആപ്ലിക്കേഷൻ കിട്ടി, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ഒന്നിരിക്കുക, ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ പറഞ്ഞു. കോളേജ് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റും എയർ ഫെയറും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ടിക്കറ്റും ഇതും സ്പോൺസർ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് പോകുന്നു. അവിടെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വിദ്യാർത്ഥി സംരംഭം പ്രസൻറ്റ് ചെയ്യുന്നു സഹൃദയ കോളേജ്. അപ്പോൾ കോളേജിനൊരു ക്രെഡിബിലിറ്റിയാണത്. സോ എല്ലാം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കോളേജ് എൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് കോളേജിന് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. കറക്റ്റ്. ഇപ്പോൾ ഫാക്കൽറ്റീസ് നമ്മളെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, പാരൻസ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് നടക്കും. റെവല്യൂഷൻ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ തന്നെ കോമ്പറ്റീറ്റർ ഉണ്ടാവും. കോമ്പറ്റീറ്ററിനെ സന്തോഷിപ്പിച്ചിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് സാറ പ്രോ ചിക്കൻ, സുഗുണ ചിക്കൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റോർ ഇടല്ല നമ്മുടെ ലക്ഷ്യം. അവർക്കും ബിസിനസ് നടക്കണം, നമുക്കും ബിസിനസ് നടക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു കോമ്പറ്റീഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോകണ്ടല്ലോ, നമ്മളെവിടെ കൊണ്ടുപോകാനാണ് ഇതൊക്കെ എല്ലാം കൂടെ. സോ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും, കാരണം ഇൻഡസ്ട്രി വലുതായി കഴിഞ്ഞാലാണ് നമുക്ക് വലുതാകാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിലും അതിനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ, ചെറിയ വ്യത്യാസമുണ്ട്, ഇങ്ങനെയാണ് എന്ന് കരുതി അവരെ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ട. പക്ഷേ അവരുടെ ഒരു പെർസെൻറ്റേജ് കസ്റ്റമറിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. അത് അവരും ഹാപ്പി ആവണം, ആ രീതിയിലേക്ക് കൊണ്ടുപോകാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കോളേജ് അമ്പിളി മാമിലേക്ക് ഞാൻ തിരിച്ചു തരാം കേട്ടോ. അമ്പിളി മാമിൻ്റെ കൂടെ പഠിച്ചാൽ എനിക്ക് ബലമായ സംശയമുണ്ട്, അത് ഞാൻ തിരിച്ചു തരാം. ചാൻസ് കുറവാണ്, കാരണം ഭയങ്കര പ്രായമുള്ള ആളാണ്. ഭയങ്കര പ്രായം. എന്നാൽ പിന്നെ വിട്ടേക്ക് ആണോ? എന്നാൽ പിന്നെ ഞാൻ വിട്ട്. പിന്നെ അപ്പോൾ ഞാൻ തിരിച്ചു തരാം. പിന്നെ നിങ്ങളെ ഫസ്റ്റ് സെയിൽ കുക്കി ആയിരുന്നോ? അതെ, ബിസ്ക്കറ്റ്സ് ആയിരുന്നു. ഓക്കെ. അത് ഏത് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു? 2018 സമയത്താണ്. 2016 20 വരെ അല്ലേ കോളേജിൽ ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു ആ ഫസ്റ്റ് സെയിൽ വന്നത്? കോളേജിലെ സ്നാക്സ് ബാറിലായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞത് പിന്നെ ആമസോൺ വഴിയായിരുന്നു. 2017 മുതലാണ് 18 മുതലാണ് ആമസോൺ വഴിയായിരുന്നു. പിന്നെ സൗദിയിൽ ഒരു ഓർഡർ വന്നു പറഞ്ഞു, അത് B2B ആയിരുന്നു. അതെ, 2019 2018. അതിൻ്റെ അകത്തേക്ക് എങ്ങനെയായിരുന്നു ആ ജേണി? എങ്ങനെയായിരുന്നു അത്? എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ജിദ്ദയിലേക്ക് ഒരു ഓർഡർ കിട്ടിയത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, സക്സസ് സ്റ്റോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തൊരു വേറൊരു കഥയുണ്ട്. ആ കഥയാണ് ഞങ്ങൾക്ക് അറിയാം. ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ എക്സ്പയർ ആയിട്ട് വിറ്റുപോകാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ നല്ല വശം മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതായത് ഫസ്റ്റ് സെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ തന്നെ ആയിരുന്നു, ഫാക്കൽറ്റീസൊക്കെ മേടിക്കും. അപ്പോൾ ആ രീതിയിലായിരുന്നു അതൊക്കെ പോയിരുന്നു. പിന്നെ ഫസ്റ്റ് ബിഗ് ബ്രേക്ക് എപ്പോഴായിരുന്നു?
ബിഗ് ബ്രേക്ക് വന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കുറച്ച് ടൈപ്സ് വന്നു. ഇതിനൊപ്പം തന്നെ സെയിൽസിനേക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കണക്ഷൻസും അവിടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എങ്ങനെയാണ്, കൺസ്യൂമർ സെൻട്രിക് ആയിട്ട് എങ്ങനെ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് എല്ലാവരെയും കൊണ്ട് തീറ്റിപ്പിക്കാൻ ശ്രമിക്കരുത്, അവരുടെ പ്രിഫറൻസിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അവരുടെ പ്രിഫറൻസ് പഠിക്കണമെങ്കിൽ മാർക്കറ്റ് വയബിലിറ്റിയും കോമ്പറ്റീറ്റീവ് അനാലിസിസും നന്നായിട്ട് സ്ട്രോങ് ആയിട്ടേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകാവുള്ളൂ. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് തീറ്റിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അല്ലാതെ അവരെക്കുറിച്ച് പഠിച്ചിട്ട് കൺസ്യൂമറിനെ കുറിച്ച് പഠിച്ച് കൺസ്യൂമർ പ്രിഫറൻസ് നോക്കിയിട്ട് മാനുഫാക്ചർ ചെയ്യണം. അല്ല, ആദ്യം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇട്ടിട്ട് ആ ഫീഡ്ബാക്ക് വരുന്നതിനനുസരിച്ച് അത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നൂടെ? ഫീഡ്ബാക്ക് വരണമെങ്കിൽ അവരത് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യണം. അവിടെ എത്താൻ ചിലപ്പോൾ പറ്റില്ലെന്ന് വരും, അവിടുന്ന് ചിലപ്പോൾ ഡെഡായി പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിന്നമൺ കോമ്പോസിഷൻ, സിന്നമൺ കറുവപ്പട്ടിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഒരു US മാർക്കറ്റിലോ ഒരു UK മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൺസ്യൂമർ ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമർ ഇഷ്ടപ്പെടില്ല. സോ അവർ ആദ്യമേ നോക്കിയിട്ട് ഷുഗർ ഉണ്ടോ, സിന്നമൺ നോ, വിൽ നോട്ട് ടേക്ക് ദാറ്റ്. സോ കഴിക്കുന്നതിന് മുന്നേ തന്നെ കട്ടായി പോകും. കറക്റ്റ്. അത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ വില വർക്കൗട്ട് സമയം പാക്കേജ് ക്വാളിറ്റി, പാക്കേജിങ്ങിൻ്റെ പ്രിഫറൻസ്, ബ്രാൻഡിങ് ക്വാളിറ്റി, ബ്രാൻഡിങ്ങിൻ്റെ പൊസിഷനിങ്, ലാംഗ്വേജസ്. ഇപ്പോൾ സ്പാനിഷ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലേക്ക് പോകണമെങ്കിൽ. ഇംഗ്ലീഷിലൊന്നും കാര്യമില്ല. ജപ്പാനീസ് പാക്കേജിങ്ങിൽ ഫുള്ള് ജാപ്പനീസാണ്, കാരണം ഇംഗ്ലീഷിലൊന്നും കാര്യമില്ല. സോ സം കൺട്രീസ് നീഡ് എ പാട്രിയോട്ടിക് സിസ്റ്റം. അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ടാവും. സോ ഈ അൽഗോരിതം നേരത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കളയാൻ നമുക്ക് സമയമില്ല, ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ കാശുമില്ല. അല്ല, അപ്പോൾ ആ അൽഗോരിതം ഇപ്പോൾ പലരും ആ അൽഗോരിതം പഠിക്കാം, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം, നമ്മൾ ആ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. അവിടെ ഉള്ള സിമിലർ പ്രോഡക്ട്സുകൾ ഒന്നും വേണ്ട, നിങ്ങളെ കൺട്രിയിൽ പോയിട്ട് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം. അത്രയും നിങ്ങൾ ആരോടും ചോദിക്കുക പോലും വേണ്ട. അവിടെ നമ്മുടെ പ്രോഡക്ട്സിന്റെ റേഞ്ചിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ മാർക്കറ്റ്. സിമ്പിളായിട്ട് നിങ്ങൾ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞ പോലെ സെയിൽസ്മാനോട് ചോദിച്ചാൽ മതി ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ബിസ്ക്കറ്റ് ഏതാ, അത്ര മതി. ഈ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. ഇപ്പോൾ ദുബായിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ സ്പിന്നീസിലും മേജർ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എടുക്കും. നമ്മൾ പ്രോഡക്റ്റ് പ്രൈസിങ് വരെ നോക്കുന്നത് അങ്ങനെയാണ്. കോമ്പറ്റീറ്റർ മാർക്കറ്റ് പ്രൈസിങ് എത്ര, അതിനെ മാച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൈസിങ് നമുക്ക് കിട്ടേ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് 2 ദിർഹംസേ ചിലവുണ്ടാവുള്ളൂ, പക്ഷേ എന്താ നമുക്ക് 10 ഇട്ടേ പറ്റുള്ളൂ, കാരണം ആ മാർക്കറ്റിൽ പിടിച്ചേക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യേണ്ടി വരും അവിടെ. അപ്പോൾ അതേപോലെ നമ്മൾ സ്പെസിഫിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് വയബിലിറ്റി ഇല്ലാതെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഒബീലിയ പ്രോജക്റ്റ്, ഒബീലിയ ഈസ് നോട്ട് എ ഫസ്റ്റ് ഇൻവെൻഷൻ ഫോർ അസ്. ലിക്വിഡ് ട്രീ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഡോക്ടർ ഇവാനാണ്. നമ്മൾ ആദ്യം സെർബിയയിൽ പോകുന്നു, സെർബിയയിൽ പോയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നു, അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതിൻ്റെ ചലഞ്ചിങ് പ്രോബ്ലംസ് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ദർ ഇസ് സം ബേസിക് തിങ്സ് ദാറ്റ് യു നീഡ് ടു ഫോളോ. അതായത് ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രൈസിങ് കണ്ടേ ഞങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങളെ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒബേലിയ നിങ്ങൾ സെർബിയയിൽ പോയതിനു ശേഷം സെർബിയയിൽ പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക ചെയ്തത്, ചലഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ കാർബൺ വലിച്ചെടുക്കുന്ന ആൽഗെ അത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ വലിച്ചെടുത്ത കാർബൺ മൊത്തം തിരിച്ചു പോകും. അപ്പോൾ മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ കാർബൺ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ആൽഗെ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത ആൽഗെ നമ്മൾ എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി ആ കാർബൺ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു പോകും, ഡീഗ്രഡേഷൻ നടന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ വലിച്ചെടുത്തോണ്ട് ചുമ്മാ കാര്യമൊന്നും ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ ഒരു USP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഓൾറെഡി കൊമേഴ്ഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ഓഫ് ആൽഗീസ്, ബിസ്ക്കറ്റ്സ്, പോൾട്രി ഫീഡ്. അതൊരിക്കലും കാർബൺ തിരിച്ചു പോകില്ല. കാരണം ഇപ്പോൾ ഒരു ഒരു ബെറ്റർ എൻവയോൺമെൻറ്റിൽ വെക്കുന്ന ഒരു മെഷീനാണെങ്കിൽ, ഇൻറ്റീരിയറിലൊക്കെ വെക്കുന്ന മെഷീനാണെങ്കിൽ പൊല്യൂട്ടൻസ് ഒന്നും ഉണ്ടാവില്ല അധികം. അപ്പോൾ ആ ആൽഗെ നമുക്ക് ബിസ്ക്കറ്റ്സിലേക്ക് ഡയറക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ആ കാർബൺ അമിനോ ആസിഡ്സ് ആയി കൺവേർട്ട് ചെയ്ത് ഫുഡിലേക്ക് മാറി നമ്മുടെ എനർജിയിലേക്ക് ഇൻവോൾവ് ആവുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അതൊരു പോൾട്രി ഫീഡിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ക്വാളിറ്റി കുറഞ്ഞൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൊക്കെ വെക്കുന്ന പൊല്യൂഷൻ, സൾഫർ എല്ലാം ഉണ്ടാവും. അത് നമ്മൾ ചിക്കന് കൊടുക്കുകയാണെങ്കിൽ പോലും ആ ചിക്കൻ്റെ ഹെൽത്ത് അടിപൊളിയായിരിക്കും ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് ആ കാർബൺ ഒരിക്കലും പിന്നെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വരില്ല, അത് എനർജി ആയിട്ട് ആനിമലിൽ സ്റ്റോർ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാല്യൂ അഡീഷനാണ് സർക്കുലാർ എക്കോണമി എന്ന് പറയുന്നത്. അതായത് ഒരാവശ്യവും ഇല്ലാതെ പോകുന്ന ഒരു കാർബൺ ഡയോക്സൈഡിനെ നമുക്കൊരു പ്രശ്നമാണ്, ക്ലൈമറ്റിക് ചേഞ്ച് പ്രശ്നങ്ങൾ, അതിനെ നമ്മൾ സൊല്യൂഷൻ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വലിച്ചെടുത്ത് ഒരു മരം ഒരു 20 വർഷം എടുക്കും. ഒരു 20 വർഷം എടുത്ത ഒരു മരം 40 കിലോ കാർബണാണ് ആനുവലി അത് അബ്സോർബ് ചെയ്യുന്നത്.
ഒരു 20 വർഷം എടുക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മരമായിരിക്കും. അപ്പോൾ 20 വർഷം കാത്തിരിക്കണം നമ്മൾ 40 കിലോ അബ്സോർബ് ചെയ്യണമെങ്കിൽ. 7 ദിവസം കൊണ്ട് ഗ്രോ ചെയ്യുന്ന ആൽഗ ഒരു വർഷം 80 കിലോ അബ്സോർബ് ചെയ്യും 300 ലിറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ഫെസിലിറ്റിയിൽ. അപ്പോൾ ദുബായിലെ ബിസിനസ് ബേ അല്ലെങ്കിൽ കൊച്ചി അങ്ങനത്തെ ഉള്ള റീജിയണിലൊക്കെ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ സഡൻ ആയിട്ട് നമുക്ക് സാധനം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻകോർപ്പറേഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ ഏതൊക്കെ രീതിയിൽ ഇപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ടെക്നോളജി, ആൽഗി ആൻഡ് സീവീഡ്. അത് വെച്ച് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും? ആ മാച്ച് ചെയ്യാൻ നമുക്ക് ആരൊക്കെ സഹായം വേണം? നമുക്കൊരു ആർക്കിടെക്റ്റ് വേണം, നമുക്കൊരു സിവിൽ എഞ്ചിനീയർ വേണം, സ്ട്രക്ചറൽ എഞ്ചിനീയർ വേണം, ഡിസൈൻ ചെയ്യാനും IoT സിസ്റ്റം വേണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേണം. ഇവരൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഇതാരാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും സഹായത്തോടെ ചെയ്യുന്നു. മൾട്ടി ഡിസിപ്ലിനറി ഇന്നോവേഷൻ, എല്ലാവരുടെയും ഇന്നോവേഷൻ ഇൻകോർപ്പറേറ്റ്. ഇപ്പോഴത്തെ കാലത്ത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ബയോടെക്നോളജിസ്റ്റിനെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് എല്ലാവരും വേണം, എന്നാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെയാണ് ഓരോ പ്രൊജക്റ്റുകളും. ഇപ്പോൾ നിങ്ങളൊരു ബിസ്ക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് എഞ്ചിനീയർ മാത്രം ചെയ്യുന്നതല്ല, അതിലൊരു എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് ഉണ്ട്. ആ ബിസ്ക്കറ്റ് ഇത്ര ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാലും പൊട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഷോൾഡ് എനർജി, അതിൻ്റെ ബ്രേക്കേജ് കപ്പാസിറ്റി, അതിൻ്റെ ഡയമീറ്റർ, തിക്നെസ് എല്ലാം വാലിഡേറ്റഡ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് തിയറിയാണ് ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിമ്പിളായിട്ട് പറയുന്നതെങ്കിലും അതിൻ്റെ ഡയമീറ്റർ ഒന്ന് മാറിക്കഴിഞ്ഞാലോ തിക്നെസ് ഒന്ന് മാറിക്കഴിഞ്ഞാലോ, തിക്നെസ് മാറിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടും, ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാം മാറും, ഗ്രാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. ഓക്കെ, ഇനി ആ തിക്നെസ് കൂടിയ ബിസ്ക്കറ്റാണ് മുകളിലിരിക്കുന്നത്, താഴത്തെ ബിസ്ക്കറ്റ് ഹൈറ്റ് തിക്നെസ് കുറവാണെങ്കിൽ ഡാമേജ് വരും. പൊട്ടിയ ബിസ്ക്കറ്റ് നിങ്ങൾ കഴിക്കുമോ? ഇല്ല. ഇപ്പം ഈ രീതിയിലേക്കുള്ള എന്താ പറയുക കോമ്പാക്റ്റബിൾ ഈവൻ മാനുഫാക്ചറിങ് സെക്ടർ, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് സെക്ടർ നമുക്കൊരിക്കലും എന്താ പറയുക ഓട്ടോമേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കറണ്ട് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മൈദ വെച്ചുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് പ്ലക്ക് ചെയ്ത് പോകും. നമ്മൾ യൂസ് ചെയ്യുന്ന റാഗി ഓട്സ് മെഷീനിൽ സ്റ്റക്കായി പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ടി ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അത് ഡിസൈൻ ചെയ്യാനായിട്ട്. അതെ. സോ ഈ രീതിയിലേക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ഇന്നോവേഷൻസ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾക്ക് 4-5 കമ്പനീസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയൊരു ടേൺ ഓവർ ഒരിക്കലും നമുക്ക് പറ്റുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വി ജനറേറ്റിംഗ് റവന്യൂ ഫ്രം ബിലൈറ്റ്, വി ജനറേറ്റിംഗ് റവന്യൂ ഫ്രം പോൾട്രി ചിക്കൻ മൊബീലിയ പ്രൊജക്ട് ആൻഡ് വി ആർ റീഇൻവെസ്റ്റിംഗ് ടു ദി ഏവിയേഷൻ ഫ്യൂവൽ. സോ ഹൗ വി ക്യാൻ ഗെറ്റ് ദി മണി? നമുക്ക് മണി ഉണ്ടാവില്ല. സോ നമ്മുടെ ഒരു ഫോർകാസ്റ്റ് ആസ് എ ഫൗണ്ടർ എന്ന നിലയിൽ അടുത്ത ഒരു ബയോടെക് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മേജറായിട്ട് ഇൻഡസ്ട്രി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ടെക്നോളജി ആൻഡ് ഷെൽട്ടർ, ഈ 4 ഫുഡ്, ഈ 5 മേഖലകളിലായിട്ട് മൾട്ടിപ്പിൾ ഇന്നോവേഷൻസ്, മൾട്ടിപ്പിൾ പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മിനി ടാറ്റ ആവുന്ന രീതിയിലേക്ക് അടുത്തൊരു 50 വർഷത്തിൽ സാറ ബയോടെക് കമ്പനീസിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ VCs ആയിട്ടുള്ള ഡിസ്കഷനിൽ അവർ പറയുന്നുണ്ട്, വൈ യു ആർ ഡൂയിങ് സോ മച്ച് തിങ്സ് ആൻഡ് സ്റ്റിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് എ 100 crore റവന്യൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എയിം ഈസ് നോട്ട് ടു ഗെറ്റ് എ 100 crore റവന്യൂ. ആക്ച്വലി ഞാനിതിപ്പോൾ പോൾട്രി ചിക്കൻ എനിക്കിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു 10 വർഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 കാര്യങ്ങൾ ഒരേപോലെ ചെയ്തു കഴിഞ്ഞാൽ 8 വർഷം എടുക്കും ഒരു സ്റ്റേജ് എത്താൻ. പക്ഷെ അതേ സമയത്ത് അതെല്ലാം ബിലൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വേറെ ലെവലായി മാറിയത്. കറക്റ്റ്. പക്ഷേ ഇത് തിങ് ഈസ് നമുക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം. കാരണം ഇറ്റ്സ് എ ബൂട്ട് സ്റ്റാർട്ട് കമ്പനി. കാരണം റവന്യൂ നമ്മൾ ഷെയർ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫൗണ്ടേഴ്സിനും അതിൻ്റേതായ സ്ട്രാറ്റജിയാണ്. സോ ദിസ് ഈസ് ദി സ്ട്രാറ്റജി വെർ വി ബിൽഡ് ദി സിസ്റ്റം. അതൊരു എംപററായി മാറ്റാണ്. നാളെ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കടയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ബീലൈറ്റ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ്സ് കാണും. അവിടെ നിന്ന് നിങ്ങൾ പിന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ പോൾട്രി ചിക്കൻ, ഹൈ ക്വാളിറ്റി ഉള്ള മീറ്റുള്ള ചിക്കൻസ് സാറ പ്രോ ചിക്കൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കാണും. അവിടെ നിങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ ഏവിയേഷൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അടിക്കുന്ന എൻജിൻ ഫ്യൂവൽ ഡിസൈൻ ചെയ്യുന്നത് സാറ ബയോടെക് റോക്കറ്റ് പ്രൊപ്പൾഷൻ ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അവിടുന്ന് വീണ്ടും നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വില്ല പ്രൊജക്റ്റുകൾ കാണും. ഇതാണ് ഞങ്ങളുടെ വിഷൻ ആൻഡ് മിഷൻ ആൻഡ് ഫാഷൻ ടെക്നോളജിയിലേക്ക് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക ഡൈ ഡെവലപ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു, മൾട്ടിപ്പിൾ കമ്പനീസ് ജനറേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ഒരു എംപററാണ് ബിൽഡ് ചെയ്യുന്നത്. നോട്ട് എ സിംഗിൾ കമ്പനി വിത്ത് ആൻ എക്സിറ്റ് പ്ലാൻ. എക്സിറ്റ് പ്ലാൻ ഇല്ലാത്തൊരു സിസ്റ്റമാണ്. കാരണം ഇത് നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത ടെക്നോളജിയാണ്, നമ്മുടെ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. സോ അക്യൂർ കൊടുക്കില്ല എന്നല്ല, പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്നവരെ അതിൻ്റെ എത്തിക്സ് ആൻഡ് വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരു ടോക്കാണ് ലൈക്ക് റെസ്പെക്റ്റഡ് P. മുസ്തഫ സാർ പറയാറുള്ളത്. അതായത്
എത്തിക്സ് എന്ന് പറഞ്ഞതും ബാങ്കിൽ ലോൺ എടുക്കാതെയും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ലോണും കാര്യങ്ങളൊന്നുമില്ല, പലിശയുള്ള പരിപാടികളൊന്നുമില്ല. അതില്ലാതെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്തെങ്കിലും മാറും. അപ്പോൾ കാരണം വലിയൊരു 100 crore റവന്യൂ വരണം എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്ത് നടക്കും. പക്ഷേ സ്റ്റെബിലൈസ് ചെയ്തിട്ട് പോയി നമുക്കൊരു എക്കോണമി ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നാളെ ഒരു ചരിത്രമാവുമല്ലോ, അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിയായി മാറുമല്ലോ. നാളെ അങ്ങനത്തെ ഒരു കേസ് സ്റ്റഡിയായി മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഹെൽപ്പ് ചെയ്യാനാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSIDC അടക്കമുള്ള ഏജൻസീസിൻ്റെ സപ്പോർട്ടോടെ നമ്മൾ എത്തുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പോസ്റ്റർ ചൈൽഡാന്നൊക്കെ പറയാം സാറാ ബയോടെക്. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ക്ലാസ് എന്ന് വന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലെവലിൽ എത്താൻ കഴിയുക? അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സാറാ ബയോടെക്. കാരണം അവിടെ നമ്മൾ സ്വന്തം വീട് പോലെയാണ് ഇപ്പോൾ ഓരോ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓരോ ആളുകൾ. ഇപ്പോൾ ഒബീലിയ പ്രോജക്റ്റ് ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമ്മുടെ രാജ്യം അംഗീകരിക്കാതെ മറ്റു രാജ്യത്താണ് ആദ്യം പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒബീലിയ പ്രോജക്റ്റ് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്യുന്നത് ദുബായിലാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്? ആ വിഷമം ഞാൻ ഒരിക്കൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ BDM വഴി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുക ചെയ്ത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രപ്പോസൽ കൊടുക്കുകയാണ്. ഇൻഫോ പാർക്കിന് കൊടുത്തു, ടെക്നോ പാർക്കിന് കൊടുത്തു, കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ശേഖർ സാർ, കേരള ക്ലൈമറ്റിക് അഡാപ്റ്റേഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്, നമുക്ക് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുക, ഗവൺമെൻറ് ഓർഡർ എടുക്കാൻ, ഗവൺമെൻറ് ടെൻഡർ വിളിക്കാതെ കൊടുക്കാൻ പറ്റുന്നതാണ് സ്റ്റാർട്ടപ്സുകൾക്ക് 3 കോടി രൂപയുടെ താഴെ വരെയുള്ള ടെൻഡർ കൊടുക്കാതെ. ഇപ്പോൾ ഇൻഫോ പാർക്ക് അപ്രൂവ് ആയി, കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ അപ്രൂവ് ആയി. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ, ലോകത്ത് ആദ്യമായിട്ടുള്ള സർക്കുലർ എക്കോണമി ബേസ്ഡ് ആൽഗെ ഓക്സിജൻ ബാർ ബിൽഡ് ചെയ്യാണ് ഇൻഫോ പാർക്കിൽ. സോ ഇതൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ നമുക്ക് വേണ്ടി അപ്രൂവ് ചെയ്ത് തരികയാണ്, ഇവർ ഞങ്ങളുടെ ഒരു കമ്പനിയാണ്, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അവർ ഇൻഫോ പാർക്ക് കത്തയക്കാണ് സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ പറയാണ് ഞങ്ങളുടെ ആളാണ്, നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ആരാണ് പറയുക? കറക്റ്റ്. പിന്നെ ഇപ്പോഴും നിങ്ങൾ അൺഎക്സ്പ്ലോർഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്തായിട്ട് പോകുന്നത് ദുബായിലേക്ക് പോവുകയാണ്. ദുബായിലേക്ക് പോകുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനോട് പറയാണ് ഇങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ CIFTയോട് പറയാണ് ഇങ്ങനെ പോകുന്നത്, നമുക്ക് പരിചയക്കാരും. അതായത് ആദ്യമായിട്ടൊരാൾ ജോലി തേടി ദുബായി പോകുന്ന പോലെ നമ്മൾ ചെല്ലുകയാണ്, ഒരു ബെഡ് സ്പേസിൽ യാത്ര ചെയ്യാൻ ചെല്ലുകയാണ്. ICAI ഒരു ലെറ്റർ തരികയാണ്, ഇദ്ദേഹം ഞങ്ങളുടെ അണ്ടറിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്, അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ICAR ഇന്ത്യൻ എംബസിയിലേക്ക് മെയിൽ അയക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി ഇന്ത്യൻ എംബസി സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇന്ത്യൻ എംബസി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട്, ഈ പേപ്പറുമായിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ചെല്ലുകയാണ് ദുബായിൽ. അദ്ദേഹം പറഞ്ഞു അബുദാബി എംബസി ചെല്ലുന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ ആരാണ് ഇങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഇന്നും ഞങ്ങൾ അവിടെ ഒരു ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദുബായിലൊരു എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംബസിയിൽ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസിഡർ ചെയ്യും, അവർ ചെക്ക് ചെയ്യും. ഇങ്ങനെ നമ്മളെ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആരാ നോക്കുക? അത്രയും സിസ്റ്റം നമുക്കുണ്ട്. പക്ഷേ പല കമ്പനീസും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബദ്ധങ്ങൾ ചാടാതിരിക്കാൻ വേണ്ടിയാണ് ദുബായിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്. നമ്മുടെ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാ ഫോറിൻ അഫയേഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പലരും ഇപ്പോൾ എന്നോട് തമാശക്കാണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷനിലെ സ്റ്റാഫ് പറയും, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എല്ലാ എന്താ പറയുക, എല്ലാ അവസരങ്ങളും ഉപയോഗിക്കപ്പെടുന്ന നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലെ ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വരുണിനെ വിളിക്കാറ്. കാരണം വരുണ എന്തായി, മെട്രോ അപ്രൂവ് ആയോ, അല്ലെങ്കിൽ ടെൻഡർ എന്തായി, വരുണ ഞാൻ വിളിച്ച് നോക്കട്ടെ, വരുണ അപ്പോൾ വിളിച്ച് പറഞ്ഞ അറ ശരിയായില്ല, നമുക്ക് അടുത്ത ആഴ്ച നോക്കാം, ഓക്കെ KSDMA എന്തായി, അപ്രൂവ് ഇങ്ങനെ വരുണ വിളിച്ചുകൊണ്ടേയിരിക്കും. മീൻസ് വരുണ അതേപോലെ അവർക്കൊരിക്കലും മടുപ്പ് തോന്നാറില്ല. അവിടെ പിന്നെ വിളിക്കുന്ന രീതിയിൽ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല, അവിടെ ഞാൻ ഇപ്പം നോക്കാം, ശരിയാക്കാം. ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക്കലി പിന്നെ കുറ്റം പറഞ്ഞ് നടക്കാതെ അതിൻ്റെ പിന്നിൽ ശരിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നാണ് നജീബ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാനുണ്ടാവും, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടാവും. they will rally behind you to make it happen. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ കുക്കീസിൻ്റെ വലിയ ബ്രേക്ക് എപ്പോഴാണ് വരുന്നത്? കുക്കീസ് നമുക്ക് ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ സമയത്താണ് ബ്രേക്ക് വന്നത്. നമ്മൾ ഒരു നല്ലൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഒക്കെ സെറ്റ് ചെയ്തു. എവിടെ? നാട്ടിൽ? അല്ല, ദുബായിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് മാനുഫാക്ചറിങ് ഇപ്പോൾ
നടക്കുന്നുണ്ട്. കുറച്ച് B2B ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലായിട്ട് നമുക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അവിടെ കുറച്ച് കൺസ്ട്രെയിൻസ് കുറച്ചുണ്ട്. ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഇൻവെസ്റ്റ്മെൻറ്റുമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും നമുക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇപ്പോൾ പുതിയ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്ലാന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2000 to 2500 സ്ക്വയർ ഫീറ്റിൻ്റെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പ്ലാന്റ്. ഒപ്പം തന്നെ നമ്മൾ മറ്റ് കമ്പനീസിന് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റിൽ. വൈറ്റ് ലേബൽ മീൻസ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, മറ്റ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് ഒരു പ്ലാന്റ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്തൊക്കെ റവന്യൂ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ലേബലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെയുള്ള മൾട്ടിപ്പിൾ റവന്യൂ മോഡൽസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ മാത്രം മതി. നജീബിൻ്റെ കേസിൽ എനിക്ക് വേറൊരെണ്ണം ഇഷ്ടപ്പെട്ടത്, ഏതോ ഒരു ഇവൻറ്റിൽ നജീബ് പറഞ്ഞിരുന്നു, ഞാൻ പത്തനംതിട്ട ഈസ് നോട്ട് എൻ ഐഡിയൽ പ്ലേസ് ഫോർ മൈ ഫാക്ടറി, ഐ സ്റ്റിൽ ഡിഡ് ഇറ്റ്. അതിനെ കുറിച്ചൊന്ന് പറയുമോ? ഇല്ല, മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫീസിബിലിറ്റിയാണ്. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം ലാൻഡ് ഉണ്ട്, അവിടെ നമുക്ക് ഫാക്ടറി പണിയുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഒരിക്കലും എറണാകുളത്ത് കിട്ടില്ല എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ മേ ബി അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. കാരണം അത് നമ്മുടെ ടെറിട്ടറിയാണ്, അവിടെ ആരും വരില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല അവിടെ. കാരണം അതിൻ്റെ അകത്തോട്ട് കയറില്ല. കാരണം നമ്മുടെ പഞ്ചായത്ത് ആക്ച്വലി എൻ്റെ നാട്ടിലോട്ട് പോകുന്ന റോഡുണ്ട്, നല്ല റബ്ബറൈസ്ഡ് റോഡാണ് ഇപ്പോൾ. ആ റോഡിൻ്റെ എൻട്രൻസും എക്സിറ്റും അവിടെയുള്ള ആളുകൾ ഒരു അന്യവാഹനം വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചോദിക്കും എങ്ങോട്ടാണ്, ആരാണ്. കാരണം അത് ഒരു മെയിൻ റോഡല്ല. ഓക്കെ, ആക്ച്വലി അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അവർ ടെറിട്ടറി, നമ്മുടെ നാടാണ്. അവിടെ നമ്മളുടെ അധീനതയിലല്ലാതെ ഒന്നും നടക്കില്ല. അതൊരു സെക്യൂർ പ്ലേസാണ്. ഒന്നാമത് പിന്നെ എൻ്റെ റിലേറ്റീവ്സും നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതാണ് ഇനീഷ്യലി നമ്മളൊരു ലാൻഡ് എടുത്ത് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കലാണ് മേജർ ലക്ഷ്യം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ കൊമേഴ്ഷ്യൽ വയബിലിറ്റി കുറച്ച് കുറവാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായി വരുന്നുണ്ട്. പക്ഷേ നിയർ ബൈ തൂത്തുക്കുടി പോർട്ടും കൊച്ചി പോർട്ടും കിലോമീറ്റർ സെയിം തന്നെയാണ്. പിന്നെ വരുന്നത് ഇപ്പോൾ എയർപോർട്ടും കൊച്ചി എയർപോർട്ടാണ് മെയിൻലി നോക്കുന്നത്. പിന്നെ കൺസൈൻമെൻറ്റ്സ് എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ കമ്പം, തേനി വഴി, കുമളി വഴി ഇറങ്ങി നേരെ ഫാക്ടറി വരുന്നതിനും കുഴപ്പമില്ല. എറണാകുളം വഴി കൺസൈൻമെൻറ്റ്സ് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഒരു 25% മാത്രമാണ് ഡീമെറിറ്റ് ഉള്ളത്. പിന്നെ എംപ്ലോയീസ് ആണെങ്കിലും എല്ലാ നാട്ടുകാരാണ്, അറിയുന്ന ആൾക്കാരാണ്. ഒരു റബ്ബറൊക്കെ വെട്ടി ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, ആൽഗെ CV ടെക്നോളജിയെക്കുറിച്ചും റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ പ്ലാന്റിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുകയാണ്. അവർക്കെല്ലാം എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞുള്ള കുട്ടികളുണ്ട്, ബോട്ടണി സുവോളജി കഴിഞ്ഞ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാട്ടിൻ്റെ GDPയിൽ ഒരു ഭാഗമാവുക. അത് ഇപ്പോൾ വളരെ ചെറിയ രീതിയിലാണ്, പക്ഷേ മീൻസ് എന്താ പറയുക, കുറച്ച് വലുത് രീതിയിലേക്കുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന പ്രൊഡക്റ്റാണ് US പോകുന്നത്, മാനുഫാക്ചർ ഫ്രം ചുങ്കപ്പാറ വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പല ആസ്പെക്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു എംപവർമെൻ്റ് ആണ്. കാരണം പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്ക ജില്ലയാണ്. അവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു എംപവർമെൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഇത്രയും പഠിക്കുന്നതിനാണ് നാട്ടുകാർക്ക് ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാനാണ്. അതെ, ഇത് നമ്മുടെ നാട്ടിന് എന്ത് ഗുണമുണ്ടായി എന്നൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് നമ്മൾ ഈ പഠിച്ച് പോകുന്നതുകൊണ്ട്. അപ്പോൾ അത് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ് ലക്ഷ്യം മെയിൻലി. ഇപ്പം നിങ്ങളെ ക്ലയൻറ്റ് ലിസ്റ്റിൽ കാറ്ററിംഗ് കമ്പനീസ്, ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനീസ് ഉണ്ട്, വാൾമാർട്ട് പോലത്തെ അതുപോലത്തെ കമ്പനീസ് ഉണ്ട്. അതെ, ഇതൊക്കെ ഇങ്ങനത്തെ എത്ര കമ്പനീസുമായിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, അത് ഓരോ പ്രൊജക്റ്റ് ഡിപ്പെൻഡ്. ഇപ്പോൾ ഒബീലിയ പ്രോജക്റ്റിൽ ഇപ്പോൾ നമുക്ക് ഒബീലിയ പ്രോജക്റ്റിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അലയൻസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ 20th ഡെലിവറി. അപ്പോൾ അലയൻസ് ആണ്, ബിൽഡേഴ്സ് ആണോ? അല്ല, അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻഷുറൻസ് കമ്പനി. ബജാജ് അലയൻസ് ആണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്, പക്ഷേ അലയൻസ് ആണ് ജർമ്മൻ കമ്പനിയാണ്. ഓക്കെ. സോ അലയൻസിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തിയെന്നാണ് ചോദ്യമെങ്കിൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ജനുവരിയിലാണെന്ന് തോന്നുന്നു അലയൻസിൻ്റെ ജർമ്മൻ ടീം ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് അവർ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെത്തി. ടെക്നോ പാർക്കിലാണ് അവരുടെ വലിയ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എത്തിയ സമയത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, കുറച്ച് ആളുകൾ വരുന്നുണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. 2-3 സ്റ്റാർട്ടപ്പ്സ് പ്രസൻറ്റ് ചെയ്തു, നമ്മളും പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്തതിൽ ജർമ്മൻ CEO ഉണ്ട്. അദ്ദേഹം ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അവരുടെ പ്രൊക്യൂർമെൻറ്റ് ടീം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രോജക്റ്റ്, ഒബീലിയ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ പുതിയ ബിൽഡിംഗ് എംബസി ടവറിൽ ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരു യൂണിറ്റ് അത് വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡിസ്കഷൻ, കാരണം അലയൻസ് എന്ന് പറഞ്ഞ വലിയ കമ്പനിയിൽ പ്രൊക്യൂർമെൻറ്റ് പ്രീ ക്വാളിഫിക്കേഷൻ പോലും നമ്മളാവില്ല. കാരണം നമ്മളൊരു ബിൽഡറോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത. സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഫ്രം CEO, എല്ലാ പ്രീ ക്വാളിഫിക്കേഷനും കട്ട് ചെയ്ത് ഡയറക്റ്റ് വെണ്ടർ ലിസ്റ്റിൽ എൻട്രി ആയി സാറാ ബയോടെക്. എവറിത്തിങ് വർക്ക്സ് ഇഫ് വി വർക്ക്. അതെ,
അത് ഡയറക്റ്റ് സിഇഒയുടെ സ്പെഷ്യൽ അതിന് താഴെ എഴുതിയിട്ടുണ്ട് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഫ്രം ദി എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ദി അലയൻസ് ഫ്രം ജർമ്മനി ദി സാറ ബയോടെക് LLC is to be directly incorporated as the vendor. ഹയർ വാലിഡേഷൻ ആണ്. അപ്പോൾ പ്രൊക്യൂർമെന്റിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ വന്ന അവസാനം CFOയുടെ അടുത്തെത്തി. അപ്പോൾ CFO പറഞ്ഞു കമ്പനിയെ കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം പേയ്മെന്റ് റിലീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷനോട് ചോദിച്ചു എന്താ കിടക്കുന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഹൂം സോ ഇഫ് ഇറ്റ് മേ ബി കൺസേൺ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരികയാണ്. സാറ ബയോടെക് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംരംഭം, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി, ലോകത്ത് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയ കമ്പനി, നിങ്ങൾക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങളാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ലെറ്റർ പാഡിൽ കൊടുക്കുക. ഇങ്ങനെ ആരാ കൊടുക്കുക? നിങ്ങളെ കേസിൽ ഭയങ്കര അത്ഭുതങ്ങളുണ്ട്. സെൽഫ് ഫൈനാൻസിങ് കോളേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് ഗവൺമെന്റ് ഏജൻസിയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഒരാളെ? സത്യം. അത് കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണിന്ന് വെള്ളം വന്നത്. ഇങ്ങനെയൊക്കെ ആരെ ചെയ്യുക? നമ്മൾ ചെയ്യൂ. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ലെറ്റർ നമുക്ക് തരികയാണ്, അത് നമ്മൾ അലയൻസിന് കൊടുക്കുന്നു, അലയൻസ് അപ്രൂവ് ആക്കി സാധനം തരും. ഇങ്ങനെ ഈ ഇന്ത്യ മൊത്തമുള്ള ഏത് സ്റ്റാർട്ടപ്പ് ഏജൻസിയാണ് ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? കറക്റ്റ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് നിങ്ങളൊരു പങ്കും കൂടി ഉണ്ട്. നിങ്ങൾ റെവല്യൂഷനായിട്ട് പോകരുത്. യു ഹാവ് ടു ഓൾവേസ് ഹാവ് എ ഡിപ്ലോമാറ്റിക് അപ്രോച്ച്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ നമ്മൾ സഹായിക്കാൻ ഇവരൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വെറും മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമുക്കറിയാം 2022 കണക്കനുസരിച്ചിട്ട് 2,56,000 പേരാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ പോകുന്നതിൽ നെഗറ്റിവിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഇപ്പോൾ പലരും പറയും കേരളം ആപ്റ്റ് അല്ല സ്റ്റാർട്ടപ്പിന്, നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കാര്യം പിന്നെ ആരും ചെയ്യും? നമ്മളെല്ലാവരും മോശമാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കേണ്ടത്. കറക്റ്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലാണെങ്കിൽ കേരള വ്യവസായ വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. KSIFT പോലുള്ള ഏകജാലകത 3 വർഷത്തേക്ക് ഒരു ലൈസൻസ് വില ഫാക്ടറി തുടങ്ങാം. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതിനപ്പുറത്ത് നല്ല കുറേ സംഭവങ്ങളുണ്ട്. കറക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡെൻകെയർ എന്ന് പറഞ്ഞ കമ്പനി ലോക രാഷ്ട്രങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെന്റൽ ക്ലിനിക് കമ്പനി മൂവാറ്റുപുഴയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സോഹോ, തെങ്കാശി പോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ അവർ ബിൽഡ് ചെയ്യുന്ന എംപയർ എത്ര വലുതാണ്. ഇപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ വ്യാവസായികത്തിന് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഫാക്ടറിയുടെ പഞ്ചായത്ത് ലൈസൻസ് കിട്ടാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു എനിക്കറിയാം. പക്ഷേ അതിൻ്റെ അപ്പുറം ഇങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇവിടെ കിട്ടുന്ന പ്രിവിലേജ് നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല. ഞാൻ കുറച്ച് വിദേശ രാജ്യങ്ങളിൽ പോയതുകൊണ്ട് പറയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സിറ്റിസൺ ആണ്. എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രിവിലേജ് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് ബെറ്റർ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം കമ്പനി, എല്ലാം ഓക്കെയാണ്. റവന്യൂ ജനറേറ്റ് ചെയ്യണം. പണ്ട് അവരിവിടെ വന്ന് കുറേ ഊറ്റി കൊണ്ടുപോയതല്ലേ, നമ്മൾ അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് അനുസരിച്ച് കോസ്റ്റ് ഇട്ട് അവിടുന്ന് അവന്മാരിന്ന് പിടിക്കണം കാശ്, എന്നിട്ട് ഇങ്ങോട്ട് ഇറക്കണം. എന്നിട്ട് ഈ രീതിയിലേക്ക് എക്കോണമി ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കറക്റ്റ്. നമ്മൾ അവിടെ പോയി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവരുടെ താഴെ നിന്ന് അടിമപ്പണി ഇടേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ കൺട്രിയുടെ പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ പഠിച്ച സർക്കാർ സ്കൂളിലാണ്, നമ്മൾ വേണ്ട സെൽഫ് ഫൈനാൻസിങ് സ്കൂളിലാണെന്ന് വിചാരിച്ചോ, അത് ആര് പണിതാണ്? പൈസ ഉണ്ടാക്കി പണി ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉറപ്പായിട്ടും. അപ്പോൾ സർക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് ഇത്രയും ഇതാക്കിയിട്ട് നമ്മൾ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ്? APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഡോക്ടർ ഗവൺമെന്റ് കോളേജിലൊക്കെ പഠിച്ച് പോയി, ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ കുട്ടി ജനിക്കുമ്പോൾ 6,000 രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നു. അവിടുത്തെ 3 ലക്ഷം രൂപ സാലറി ഉള്ള പ്രൊഫസറിനെ വരെ സർക്കാർ ശമ്പളം കൊടുത്ത് ഇവരെ ഡോക്ടറാക്കുകയാണ്. അവിടുത്തെ തൂപ്പുകാരിക്ക് വരെ ശമ്പളം കൊടുത്തിട്ട് അത്രയും മീൻസ് എല്ലാ രീതിയിലും അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യുമ്പോൾ 2-3 കോടി രൂപ നഷ്ടം വരികയാണ് ഒരാളിലൂടെ. അപ്പോൾ നമ്മൾ ഇത് അന്വേഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകണം, പഠനങ്ങൾ നടത്തണം. സത്യം. റീഇൻവെസ്റ്റ് അവർ നിങ്ങളുടെ വില്ലേജ് എങ്ങനെയാണോ അവിടെ നിങ്ങൾ എന്താണ് എംപവർമെൻറ്റ് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് തന്നെയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ത്രൂ ഉദ്ദേശിക്കുന്നതും. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡോളേഴ്സ് നാട്ടിലെത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. നിങ്ങളുടെ പോഡ്കാസ്റ്റ് തന്നെ ഞാൻ തന്നെ പലപ്പോഴും കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കുടുംബശ്രീ ചേച്ചിയുടെ അച്ചാറിന് നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് നിങ്ങളുടെ എംപവർമെൻറ്റ്. ഇവിടെ എത്ര ടെക് ആൾക്കാരുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു 6 മാസം മുന്നേ ഹാരിസ് എൻ്റെ അക്കാഡമിയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചതാണ്. അതായത് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഉള്ള പ്രൊഡക്റ്റുകളെ
വിദേശ രാജ്യത്തുള്ള ആൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ല, നമ്മൾ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ നിയോം പ്രോജക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പാർട്ടാണ് നമ്മളെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കലാണ് അതിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ കാര്യം, ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു, ഇപ്പോൾ നെഫ്റ്റി അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിന് എല്ലാം, ഇപ്പോൾ എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്കധികം വിവരമില്ലാത്തതാണ്. ഇപ്പോൾ എൻ്റെ സെഗ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി, ടൈറ്റ ടൈൽ പോലെ കമ്പനികൾ, ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനീസ്, അവരുടെ റിസർച്ച് കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരിക്കലും പാടില്ല. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കും. കാരണം 2 lakhs rupeesന് അവിടെ ക്ലോസ് ചെയ്യുന്ന ഡീല് നമുക്ക് 20,000 ഇവിടെ നമുക്ക് ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇന്റർനാഷണൽ കമ്പനീസിന്റെ മേജർ ഹൈ പോയിന്റ് ഇന്ത്യ തന്നെയാണ്. അത് മറ്റ് കൺട്രി, ഇപ്പോൾ GCC കൺട്രീസിന് ഒരു വലിയ എന്താണ് അടി കിട്ടുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇത്രയും ഫ്ലെക്സിബിലിറ്റി കാരണം. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ഈ എന്താ പറയുക, ഡോളേഴ്സിനെ കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇവിടുന്ന് ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ യാത്രകൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് പൊസിഷൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിലോട്ട് ഇറങ്ങാവുള്ളൂ. ഒരുപാട് ലിങ്ക്ഡിൻ മെസ്സേജുകളിലൂടെ, അല്ലെങ്കിൽ ലിങ്ക്ഡിനൊക്കെ നല്ല യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ റെഫറൻസ് വഴി നടക്കുന്ന ബിസിനസ്സാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. റെഫറൻസ് വഴി നമുക്കൊരു ക്ലയൻറ്റിനെ കിട്ടുന്നു, ആ ക്ലയൻറ്റിലൂടെ നമുക്ക് അടുത്ത ആളെ കിട്ടുന്നു. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ലിങ്ക്ഡിൻ പോസ്റ്റുകൾ കൺവേർട്ട് ആവുന്നത് എൻ്റെ പേഴ്സണലി എനിക്കത്ര കൺവേർഷൻസ് തോന്നാറില്ല. ലിങ്ക്ഡിൻ കുറേ ആളുകളുണ്ട്, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഇപ്പോൾ ഞാൻ പണ്ട് ഹാരിസിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഹാരിസിൻ്റെ പല പോസ്റ്റുകളും പല കമൻറ്റുകളും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഹാരിസ് ഞാൻ അടുത്തൊരു ബിസിനസ്സും ചെയ്തിട്ടില്ല, പക്ഷേ നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഹാരിസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. കറക്റ്റ്, ഞാനത് ഒരുപാട് മനസ്സിലാക്കിയ ആളാണ്. കാരണം കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ഒരു 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാൾ പറയാണ്. അയാളെ ഒരുപാട് നാളായി അയാൾ എന്നെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്നതാണ്, നല്ലൊരു ബന്ധമുള്ള ആളാണ്. പക്ഷേ അയാൾ ഇതുവരെ അങ്ങനെ ബിസ്ക്കറ്റ് ഒരാൾ ഒരു പർച്ചേസ് പോലും ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച ഒരാൾ മെസ്സേജ് അയക്കുന്നു. ഞാൻ വെച്ചാൽ എന്തിനാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലടാ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ ശരി. പിറ്റേ ദിവസം എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ചെയ്തത്. ഞാൻ ചോദിച്ച് നിക്ക് ഇത് ഇൻകം ടാക്സ് ഒക്കെ കയറുന്നതല്ലേ? ഇല്ല, അത് നീ യൂസ് ചെയ്തോ, ക്യാരി ഓൺ ടു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഷെയർസ് അത് നീ തന്നാൽ മതി, പേപ്പർ വർക്കൊക്കെ ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞത്. പുള്ളി ഒരു 4-5 വർഷം എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഈവൻ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന ഒരാൾ മാത്രം. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ്, പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ, റെഫറൻസുകളാവട്ടെ. ചില ആളുകൾ നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇട്ടാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കില്ല ആരൊക്കെ കണ്ടുവന്ന്. ചില ആളുകൾ പ്രത്യേകിച്ച് വികാരമില്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷേ ഇവരുടെ മനസ്സിൽ നമ്മളുണ്ട്. കറക്റ്റ്, ഇവർ വേറെ ഒരു ക്ലയൻറ്റിനോട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഈ സാധനം മുട്ടി നോക്ക്, ഇതാണ് റെഫറൻസ്. കറക്റ്റ്. സോ അതുകൊണ്ട് ആരെയും നിസ്സാരമായി കാണാതിരിക്കുക. ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഇവൻറ്റുകളിൽ പങ്കെടുക്കുക. ജൈടെക്സ് പോലുള്ള ഇവൻറ്റുകളാവട്ടെ. ദുബായിയെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ന്യൂസിലാൻഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ ദുബായിൽ നിങ്ങൾ പോയാൽ കിട്ടും. കറക്റ്റ്. ജൈടെക്സ് വന്നു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ക്ലൈൻ്റ് അവിടെ ദുബായിൽ വരും. ദുബായ് ഈസ് എ ഗ്ലോബൽ ഹബ്. കറക്റ്റ്. 4 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ 5000 രൂപയ്ക്ക് ടിക്കറ്റും കിട്ടും. സുഖം സുന്ദരം. ബെഡ് സ്പേസിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശും കുറഞ്ഞ് ഞാൻ പണ്ട് ചെയ്തതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കാശും കുറഞ്ഞ ഭക്ഷണം കഴിക്കും ചെയ്യാൻ, സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ദുബായ് ഈസ് എ മേജർ. അവിടെ നടക്കുന്ന എല്ലാ ഇവൻറ്റുകളിലും പങ്കെടുക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒരു ഫസ്റ്റ് പോയിൻ്റാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നടക്കുന്ന സ്പെയിനിലും പാരീസിലൊക്കെ നടക്കുന്ന ചില പ്രത്യേക ഇവൻറ്റുകൾ. ഇപ്പോൾ തായ്ലൻഡിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 വർഷം മുന്നേ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ വെച്ചിട്ട് തായ്ലൻഡിൽ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റീച്ച്, നമുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും. അതിലൂടെ നമുക്ക് ഒരുപാട് റീച്ച് കിട്ടും. ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് US ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എസ്റ്റോണിയ പോലുള്ള കൺട്രീസിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് ചെയ്യുന്ന ബസ് പോലെ തോന്നരുത്. നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ചുങ്കപ്പാറ ഇരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അരീക്കോട് ഇരിക്കുകയാണെങ്കിലും, മുക്കത്തിരിക്കുകയാണെങ്കിലും, നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നത് US നിന്നും ചിക്കാഗോ നിന്നും ന്യൂയോർക്കിൽ നിന്നായിരിക്കണം. ഈ ഇൻറ്റൻഷൻ ആയിരിക്കണം നമ്മുടേത്. ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് വേണം, നമ്മൾ സൂപ്പറാണ്. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, നമുക്ക് നിങ്ങൾ ആ സർക്കുലർ എക്കോണമി പറഞ്ഞിരുന്നല്ലോ. അതായത് ഒബേലിയയിൽ നിന്ന് ഒബേലിയ ഇടുന്നു, ഒബേലിയയിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു. ആ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹൗ ഡസ് ദാറ്റ് വർക്ക്? അല്ല, ആക്ച്വലി ഇത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു സാധനത്തിന് വേസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒബേലിയ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ
കാർബൺ അതായത് അതിന്റെ സോഷ്യൽ കോസ് കാർബൺ വലിച്ചെടുക്കുക. കാർബൺ വലിച്ചെടുക്കുന്നത്. അപ്പോൾ കാർബൺ വലിച്ചെടുക്കുന്ന കാർബണെ ബിസ്ക്കറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ബിസ്ക്കറ്റാക്കിയിട്ടും അല്ലെങ്കിൽ പോൾട്രി ഫീഡാക്കി മാറ്റിയെടുക്കുന്നു. അപ്പോൾ യൂട്ടിലൈസേഷൻ ഓഫ് എക്കോണമിയാണ്. അതായത് ഇപ്പോൾ അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് കാർബൺ ടാക്സും കാർബൺ ക്രെഡിറ്റ്സും വരികയാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം കാർബണെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈറ്റില ബസ് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു ദിവസം 1000 ബസ്സുകൾ കയറി ഇറങ്ങുന്നത്. BS5-ൻ്റെയും BS4-ൻ്റെ എഞ്ചിൻസാണ് ബസ് സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നുണ്ട്. ഒരുപാട് പൊല്യൂഷൻ വരുന്ന ഹൈ എൻഡ് ആയിട്ടുള്ള പൊല്യൂട്ടഡ് ഏരിയയാണ്. ഇപ്പോൾ കേരള ക്ലൈമറ്റിക് അഡാപ്റ്റേഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കാർബൺ പ്രൊഡക്ഷൻ യൂണിറ്റുകളെ കുറിച്ച് 6 കോർപ്പറേഷനുകളായിട്ട് മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്ന അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഡൽഹി പോലെ ആവുമോ കൊച്ചി എന്നാണ് നമ്മൾ പേടിക്കുന്നത്. കാരണം പൊല്യൂഷൻ കൂടുകയാണ്, വെഹിക്കുലാർ പൊല്യൂഷൻ കൂടുകയാണ്, നമ്പർ ഓഫ് ആളുകൾ മൈഗ്രേഷൻ ടു ദി അർബൻ ഏരിയാസ്, വണ്ടികൾ കൂടുന്ന ഒരു വീട്ടിൽ തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ 4 കാറുണ്ടാവും. അങ്ങനെ വണ്ടികൾ കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ 4 പേര് 4 വഴിക്ക് പോകുന്ന അപ്പോൾ ഒരാളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇൻഎഫിഷ്യൻസി കാരണമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെട്രോ വന്നോട് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ടൗൺ പ്ലാനിങ്, അർബൻ ഡിസൈനിങ്, ഇതിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ ഡൽഹിയിലും മുംബൈയിലും ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ പൊല്യൂഷൻ, സ്മോഗ്, ഈ സംഭവം കൊച്ചിയിൽ വരാതിരിക്കാനും കേരളത്തിനെ ഒരു ഗോഡ്സ് ഓൺ കൺട്രിയായി കീപ്പ് ചെയ്യാനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ കാർബൺ എമിഷൻസിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റംസ് പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണങ്ങൾ. ഇന്ന് നമുക്കറിയാം സീ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ ഒരു സുനാമി ആയിട്ട് വരാമോ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ആലപ്പുഴ ജില്ലയല്ലാത്ത ബാക്കി എല്ലാ ജില്ലയും ഉരുൾപൊട്ട സാധ്യത മേഖലയാണ്. അപ്പോൾ നമുക്കറിയാം മുണ്ടയ്ക്ക് ദുരന്തമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡിങ് സിസ്റ്റംസ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. നേരത്തെ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയാൽ ആളുകളെ രക്ഷിക്കാൻ കഴിയും. കേരളത്തിലുള്ള പല മലയോര മേഖലകളും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്ന്, കൂടുതലായിട്ടുള്ള മഴകൾ. അപ്പോൾ ഇതൊക്കെ ഈ ക്ലൈമറ്റിക് പ്രോബ്ലംസ് കേരളത്തിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിലെ ഏക ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡൈവേർജൻസ് ഓഫ് വെതർ ഉള്ളത്. വേറെ എവിടെയില്ല. മൂന്നാറുള്ളതും ഇവിടെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, അതിനാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്കറിയാം വാട്ടർ ഹയാസിന്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പായൽ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇൻവേസീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ എക്കണോമിക്കലി സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇനിയെങ്കിലും പബ്ലിക് ഡൊമൈനിലേക്ക് എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് വരണം. അതായത് ആവശ്യമില്ലാതെ സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ ഫ്ലാറ്റിലാണെങ്കിൽ ഫുഡ് വേസ്റ്റും മറ്റൊന്നും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക. ഒരു 6 മാസം മുന്നേ ബ്രഹ്മപുരത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. ബ്രഹ്മപുരത്ത് 2008 തോന്നുന്നു, ഇത് 2017-16 തോന്നുന്നു തീപിടുത്തം ഉണ്ടായിരുന്നു. ആ സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ്, ഡയോക്സിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രഹരിച്ചിരുന്നു. ഇൻഫോ പാർക്ക് ബ്രഹ്മപുരത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. മിനിമം 25,000 പേര് ഒറ്റയടിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അന്ന് അവിടെ അവരുടെ ബ്ലഡ് സാമ്പിളുകളിൽ ഡയോക്സിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട് ശ്വസിച്ചിട്ട്. അപ്പോൾ ഇത് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് വരെ പോകുന്ന കെമിക്കൽ സ്ലോ കില്ലിങ് പോയ്സണാണ്. ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നം കാരണം ഒരു തലമുറ ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ എക്കണോമിക്കലി സോൾവ് ചെയ്യാൻ പറ്റും? അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ടീവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടപ്സിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോലുള്ള ഒരുപാട് കമ്പനീസ് വരണം. സാറാ ബയോടെക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക്. അതിന് IoT വേണം, അതിന് ഒരുപാട് ആൾക്കാർ വേണം. അപ്പം നമ്മളെപ്പോലെ ഒരുപാട് വേസ്റ്റ് മാനേജ്മെൻറ്റിലും ക്ലൈമറ്റ് ടെക്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാറാ ബയോടെക് എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പോൾ ക്ലൈമറ്റിക് കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെ ഒരു നമുക്കുള്ള പരിമിതമായ അറിവ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു ചെറിയ സൊല്യൂഷൻ മാത്രമാണ് ഒബീലിയ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വില്ലാസും കാര്യങ്ങളൊക്കെ. പക്ഷെ നാളെ ഇവിടെ വാട്ടർ സ്കേഴ്സിറ്റി വരാം, നാളെ ഇവിടെ എനർജി പ്രശ്നം വരാം. മുല്ലപ്പെരിയാറിലും മറ്റിടത്തും വെള്ളം കൊണ്ടാണ് നമുക്കിവിടെ ഇലക്ട്രിസിറ്റി കത്തുന്നത്. നാളെ എന്താണ് സംഭവിക്കുക നമുക്ക് അറിയില്ല. അപ്പോൾ എല്ലാത്തിനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അങ്ങനത്തെ ഇന്നോവേഷൻ ഹബ്ബുകളായി മാറണം. ഓരോ കോളേജുകളിലും മെക്കാനിക്കലും മറ്റുള്ള എല്ലാ ഇൻ്റഗ്രേഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതിനെ നമ്മുടെ കൺട്രിയെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നതായി മാറും. അതിനാണ് ഇപ്പോൾ ഞങ്ങൾ 2022 സാറാ പ്രൊഡക്റ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കോളേജ് ക്യാമ്പസുകളിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട്. അതിപ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കോളേജുകളിൽ, അത് റൂറൽ ആയിട്ടുള്ള കോളേജുകളുണ്ട്, ഈ ബോട്ടണി, സുവോളജി, ഫുഡ് ടെക്നോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച്. ഇപ്പോൾ ഇവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റണം. കാരണം ഇവർ പഠിക്കുന്ന ടെക്നോളജി, ഇപ്പോൾ ഡയബറ്റീസ് ആയ വീട്ടിലുണ്ടാവും, ഒരു ഉപ്പാപ്പയോ ഒരു ഉമ്മാമയോ ഉണ്ടാവും, അവർക്കൊരിക്കലും ഒരു കേക്ക് കഴിക്കാൻ പറ്റില്ല ബർത്ത്ഡേ ആവും സമയത്ത്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഡയബറ്റിക് ഫ്രീ ആയിട്ടുള്ള കേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെറിയ ചെറിയ ടെക്നിക്കലായിട്ട് ഇവർ പഠിക്കുന്ന സാധനത്തിന് എങ്ങനെ ഇവരുടെ റിയൽ ടൈം പ്രോജക്റ്റിലേക്ക്
പ്രാക്ടിക്കലായി പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് ഒരു ക്യാമ്പസിനെ ചുറ്റും നിർത്തി ഒരു 4-5 ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടാവണം. അങ്ങനെ കോട്ടേജ് ഇൻഡസ്ട്രീസ് വരണം. ഈ കോട്ടേജ് ഇൻഡസ്ട്രീസ് വന്ന ശേഷം മാത്രമാണ് കുട്ടികളുമായിട്ട് ഈ കുട്ടികൾക്ക് ക്യാമ്പസിൽ നിന്ന് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ഒരു കുട്ടി, ഇപ്പോൾ അവരുടെ വീട് തൊടുപുഴ അങ്ങ് അകത്താണ്. അവർ കാച്ചിൽ ഉപയോഗിച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അവർ ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകണം. സാറാ പ്രൊഡക്റ്റ് സ്കൂൾ വഴി വന്ന കുട്ടിയാണ്. അപ്പോൾ അവർ കമ്പനി രജിസ്റ്റർ കോളേജ് സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് വഴി എങ്ങനെയാണോ അതേപോലെ നമ്മൾ വഴി തെളിക്കുകയാണ് മറ്റുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വന്ന് അവരുടെ വീട്ടിലെ നിർമ്മിച്ച് ചെറുകിട വ്യവസായം നേടി നാളെ അവർക്കൊരു ജോലി കിട്ടിയില്ലെങ്കിലും അവർ സ്വയം പര്യാപ്തരാക്കണം. നമുക്ക് വേണ്ടത് സെൽഫ് സസ്റ്റൈൻഡ് വില്ലേജസ് ആണ്. നമുക്ക് ഞാനിപ്പോൾ പറയുന്നത് ഇനി വരാൻ പോകുന്നതും നിങ്ങളുടെ ആശയമുള്ള ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനോടാണ്. അതായത് നമുക്ക് വേണ്ടത് സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള വില്ലേജസ് ആണ്. സ്വയം പര്യാപ്തരായിരിക്കണം. കോൾഗേറ്റിൻ്റെയും പിയേഴ്സിൻ്റെയും വണ്ടി വരാൻ കാത്തു നിൽക്കരുത് കുളിക്കാനും പല്ല് തേക്കാനും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ വേണം. മെയ്ഡ് ഇൻ ലോക്കൽ. ടാറ്റ കാറുകളുടെ പുറകിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റിക്കർ കാണാം, മെയ്ഡ് ഇൻ ലോക്കൽ. നമുക്ക് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച വസ്തുക്കൾ ഉണ്ടായിരിക്കണം. അതിലൂടെ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കുലർ എക്കോണമി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാം. അടിപൊളി. അപ്പോൾ അങ്ങനെ ഓണ്ടർപ്രണേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള വില്ലേജസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ റെമീസ് ചെയ്യുന്നത് അരീക്കോട് എന്ന് പറഞ്ഞ ജില്ല അല്ലെങ്കിൽ ഇന്റർവെല്ലിന്റെ റെമീസ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ന്യൂസിലാൻഡിലുള്ള ഒരു കുട്ടി വരെ പഠിക്കുന്നത് ഇന്റർവെല്ലിലാണ്. അത് ആ കുട്ടിയെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ആ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ പിന്നോക്ക ഏരിയ ആയിട്ടുള്ള അരീക്കോട്ടിലെ ഒരു 2 നില ബിൽഡിങ്ങിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അറിയണം, ന്യൂസിലാൻഡിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഇതേപോലെ ഓരോ ഏരിയസിലും നമുക്ക് എംപവർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. റമീസ് എനിക്കൊരു റോൾ മോഡലാണ്. കാരണം റമീസ് ചെയ്യുന്നത് പോലെ ബയോടെക് സെഗ്മെന്റിലാണ് ചുങ്കപ്പാറ പത്തനംതിട്ട എന്നൊരു ബിസ്ക്കറ്റ് പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയിട്ട് വാൾമാർട്ടിൽ പോയി എടുത്തു കഴിഞ്ഞാൽ ചുങ്കപ്പാറ പത്തനംതിട്ട ഇന്നോവേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ ചേച്ചിയുടെ അച്ചാർ ആമസോണിൽ ഇടണം. കാരണം അവർക്ക് SEO അറിയില്ല, അവർക്ക് കീവേഡ്സ് അറിയില്ല, അവർക്ക് ലിസ്റ്റിംഗ് അറിയില്ല. അതിനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ക്രാഫ്റ്റിംഗ്, ഹാൻഡിക്രാഫ്റ്റുകൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അത്രമാത്രം അവസരങ്ങളുള്ള കാലഘട്ടമാണ്. ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പെൺകുട്ടികൾ തന്നെ സെല് ചെയ്യും. നമുക്ക് ഈ പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് വെച്ചാൽ സ്വയം പര്യാപ്തരാക്കേണ്ടത് അവരെയാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ സാറാ പ്രൊഡക്റ്റ് സ്കൂൾ വഴി തന്നെ ഒരുപാട് പെൺകുട്ടികളാണ് കൂടുതൽ അവരുടെ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. ആൻറ്റി ഏജിങ് ക്രീമുകൾ. ഇപ്പോൾ ഈ അടുത്ത് സെൻറ്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്തൊരു ചോക്ലേറ്റാണ്. ഒരു പ്രത്യേക ഒരു പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് ചോക്ലേറ്റാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ട്രെസ് കുറയും, നമ്മുടെ ഹോർമോണൽ ബാലൻസ് ആവും. ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ മതി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റാണ്. ആ കുട്ടി വരുന്നത് ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടിയാണ്. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അടുത്ത ഇന്നോവേഷൻ എന്ന് പറയുന്നത് ആയുർവേദ ഇൻഡസ്ട്രി ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങൾ ഇന്നത് ഉപയോഗിക്കുന്നില്ല. ലേഹ്യം, ചൂർണം, ഈ തൈലം ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്ങനെ അത് മാറ്റാൻ പറ്റും? ഈ തൈലത്തിനെ എങ്ങനെ നല്ല സ്മെല്ലുള്ള ഫ്രാഗ്രൻസുള്ള ബാമാക്കി മാറ്റാൻ പറ്റും? ഈ ചൂർണത്തിനെയും ലേഹ്യത്തിനെയും എങ്ങനെയാണ് ഓറഞ്ച് ഫ്ലേവർ ഡ്രിങ്ക് ആക്കി മാറ്റാൻ പറ്റുക? ഇവിടെയാണ് ഇന്നോവേഷൻ. കാരണം ആയുർവേദ ഇൻഡസ്ട്രി ഡെഡ് ആവാണ്. നമ്മുടെ ട്രെൻഡ് കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ച് അത് മാറ്റിയെടുക്കണം. ഇപ്പോൾ 2-3 ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമൃത വിദ്യാപീഠം കോളേജിൽ പഠിക്കുന്ന വൈശാഖ് എന്നൊരു കുട്ടി ഡെവലപ്പ് ചെയ്യാണ് അരിഷ്ടത്തിന് ഫ്ലേവേർഡ് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക് ആക്കി മാറ്റി. അടിപൊളി ഐഡിയ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കുടിക്കില്ല, കാരണം എനിക്കിത് ഇഷ്ടമല്ല. കൺസ്യൂമർക്ക് വേണ്ട കൺസ്യൂമർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, FMCG ഇൻഡസ്ട്രിയിൽ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലും അവർക്ക് വേണ്ട ന്യൂട്രീഷണൽ ബെനിഫിറ്റിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിലാണ് സാധനം വിറ്റുപോകുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ കമ്പനി നീഡ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്, ബെറ്റർ എൻവയോൺമെൻറ്റ്, ബെറ്റർ സെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസ് നിർബന്ധമാണ്. സോ ഈ രീതിയിലേക്ക് നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ബിയോണ്ട് സ്നാക്സ് അടക്കമുള്ള ഒരുപാട് നല്ല കമ്പനികൾ വരുന്നുണ്ട്. ഇവരൊക്കെ വരണം. ഇവരൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നമ്മൾ മാത്രം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഒരുപാട് കമ്പനീസ് ഇനിയും വരണം, ഒരുപാട് പ്രോഡക്റ്റുകൾ വരണം. അങ്ങനെ കേരളത്തിനെ മെയ്ഡ് ഇൻ കേരള അല്ലെങ്കിൽ കേരളീയം എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അതിന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ടും ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഉണ്ട്. വ്യവസായ വകുപ്പിൻ്റെ ഉണ്ട്, മന്ത്രി പി രാജീവിൻ്റെ അണ്ടറിലുള്ള വ്യവസായ വകുപ്പ് എന്തായാലും ഇതിനെല്ലാം സപ്പോർട്ടീവാണ്.
ഒപ്പം തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അടക്കം KFC അടക്കം ലോൺ കൊടുക്കാൻ എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ ഈ നെഗറ്റിവിറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് സാധനങ്ങൾ എങ്ങനെയുണ്ട് അതിൽ ഡബിൾ ഡൗൺ ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. I guess this is one of the best podcasts we have had till date. Until we meet for another episode. Bye.